ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രിയ കർത്തൃദാസനെ പാസ്റ്റർ രാജു ആനിക്കാടിനെ നിങ്ങൾക്കെല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. എല്ലാവരും കരങ്ങളടിച്ചാട്ടെ ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് പ്രിയ കർത്തൃദാസന് മൈക്ക് കൈമാറുകയാണ്. കഥാദാസൻ പാസ്റ്റർ രാജു ആനിക്കാട് അവർകൾ തുടർന്ന് ദൈവവചനത്തിൽ നമ്മൾ സംസാരിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യോഗാധ്യക്ഷൻ ഏറ്റവും ബഹുമാനനായ പാസ്റ്റർ ജെയിംസ് മാത്യു, എനിക്ക് ഏറ്റവും ബഹുമാനവും സ്നേഹവുമുള്ള ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ അട്ടപ്പാടി സെൻറ്ററിൻ്റെ അധ്യക്ഷനും ഏറെ ബഹുമാന്യനുമായ പാസ്റ്റർ എം ജെ മത്തായി അവറുകൾ, പാസ്റ്റർ ടി പി സനോജ്, പാസ്റ്റർ വിജയൻ, പാസ്റ്റർ ജയേഷ്, പാസ്റ്റർ ബി അച്ഛൻകുഞ്ഞ്, പാസ്റ്റർ സിജോ, പാസ്റ്റർ ലതീഷ്, ഈ ഐക്യവേദിയുടെ ഈ സുവിശേഷ സംഘടനയുടെ പ്രധാനപ്പെട്ട ചുമതലക്കാരൻ പാസ്റ്റർ ജഫി പി വർഗീസ്, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ അരുൺ, വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും ബഹുമാന്യരായ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ, സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ സ്നേഹ വന്ദനം അറിയിക്കുന്നു. വളരെ അനുഗ്രഹീതമായി സമ്മേളനത്തിൽ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ദൈവം അനുവദിച്ചു തന്ന ഈ ശ്രേഷ്ഠമായ സമയത്തിന് ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുകയാണ്. സുവിശേഷ പ്രചരണാർത്ഥം നടത്തുന്ന ഈ സമ്മേളനത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള വചനം പ്രസംഗിക്കാൻ ഒരവസരം കൂടെ സർവശക്തനായ ദൈവം എനിക്ക് നൽകിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. എല്ലാവരും വളരെ നിശബ്ദമായി ഇവിടെ ഇരിക്കുകയാണ്. നിങ്ങൾ ഇത്രയും നിശബ്ദമായി ഇരിക്കുന്ന ഈ വേളയിൽ നമ്മുടെ കൈകൾ ഉയർത്തി നമ്മുടെ കർത്താവിന് നമുക്കൊന്ന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. എം ജെ മത്തായി പാസ്റ്ററുടെ സഹധർമ്മിണി പ്രിയ കർത്തൃദാസിയും ഇവിടെ ഉണ്ടല്ലോ, പ്രത്യേകം വന്ദനം ചെയ്യുന്നു. ഈ ദൈവദാസന്മാർ എല്ലാവരും ആയിട്ട് ദീർഘനാളത്തെ ആത്മീയമായ ബന്ധവും പരിചയവുമാണ് ഉള്ളത്. എന്നാൽ ഈ സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന ആരെയും തന്നെ എനിക്ക് പരിചയമില്ല. നിങ്ങളെല്ലാവരും ഇങ്ങനെ
ശ്വാസം അടക്കി പിടിച്ച് നോക്കിയിരിക്കുന്നത് എനിക്ക് വല്ലാത്ത ഒരു ഭയം ഉളവാക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലിരിക്കാം. ദൈവത്തിൻ്റെ മക്കൾ കൂടി വരുന്ന ഇടത്ത് നമ്മുടെ കർത്താവിൻ്റെ വലിയ സാന്നിധ്യമുണ്ട്. ഇവിടെ ആരെക്കാളും ഉന്നതനായി സർവശക്തനായ നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവ് എഴുന്നള്ളി വന്നിട്ടുണ്ട് എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. പ്രിയ അരുൺ പാസ്റ്ററും ഇവിടെ അടുത്ത് പ്രവർത്തിക്കുന്നല്ലേ പാസ്റ്റർ, ഇവിടെ അങ്ങനെ ഒരുമിച്ച് പരിചയമുള്ള ആളുകൾ ഒന്നിച്ചുള്ള ഈ കൂട്ടായ്മ വളരെ സന്തോഷമാണ്. കൈ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഇത്തരം സുവിശേഷ പ്രചരണാർത്ഥമുള്ള സമ്മേളനങ്ങളിൽ സംസാരിക്കേണ്ടതിനു വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടും നിയോഗത്തോടും കൂടെ ഞാൻ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു സന്ദേശമാണ് ഇന്ന് രാത്രിയിൽ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. വളരെ പ്രാർത്ഥനാപൂർവം നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. സുവിശേഷ പ്രചരണത്തിനു വേണ്ടി ഏറ്റവും വലിയ പിന്തുണ നൽകുന്നത് വിശ്വാസി സമൂഹമാണ്. അതുകൊണ്ട് ഒരു തുറസായ ഇടത്ത് ഇങ്ങനെ സുവിശേഷം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന യോഗം എന്ന നിലയിൽ അതിന് ഏറ്റവും അധികം പ്രാർത്ഥന പിന്തുണ നൽകേണ്ടത് ഇവിടെ കൂടി വന്നിരിക്കുന്ന വിശ്വാസി സമൂഹമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും ഈ വചനത്തിൻ്റെ പ്രകാശനത്തിന് അത് ഉതകും എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട്, അങ്ങനെ ദീർഘനാളുകളായി ഞാൻ സുവിശേഷ വേദിയിൽ പ്രസംഗിക്കുന്ന ഒരു തിരുവചനത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇങ്ങനെ നിന്ന് പ്രസംഗിക്കുന്ന ഒരു ശീലം എന്ന് പറഞ്ഞാൽ ഒരു പ്രസംഗപീഠം ഇല്ലാതെ പ്രസംഗിക്കുന്ന ഒരു ശീലം എനിക്കില്ല. അതുകൊണ്ടുണ്ടെങ്കിൽ ഒരു സൗകര്യമായിരുന്നു. എന്നാലും അതിൻ്റെ ഒരു അസൗകര്യം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എങ്കിലും വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ ദൈവ സന്നിധിയിൽ ഇരിക്കാം. ദൈവം ഇന്ന് രാത്രിയിൽ നമ്മോട് സംസാരിക്കും. ഇങ്ങനെ ഈ സന്ധ്യാവേളയിൽ സ്വസ്ഥമായ ഒരു അന്തരീക്ഷത്തിൽ വന്നിരുന്ന് വചനം കേൾക്കുക എന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ബഹുമാനപ്പെട്ട MJ മത്തായി പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ ഞാൻ ഇന്ന് സത്യത്തിൽ വിശ്രമിച്ചിട്ടില്ല. വൈക്കത്ത് രാവിലത്തെ യോഗം കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ വണ്ടിയിൽ കയറിയിട്ട് ഈ സമയത്താണ് ഇവിടെ എത്തിയത്. അവിടെ 2:30 അവിടെ നിന്ന് വിട്ടിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നത്. അത്തരം ചില അസ്വാസ്ഥ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദൈവവചനത്തിന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ അതെല്ലാം മറക്കാൻ ദൈവത്തിൻ്റെ വചനത്തോടുള്ള കൂറ് എന്നെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലിരിക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 30-ാമത് വാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഇന്ന് രാത്രി ദൈവവചനം ഞാൻ സംസാരിക്കാനായിട്ട് തുടങ്ങുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 30-ാമത് വാക്യം അതിങ്ങനെയാണ് വായിക്കുക. ആകയാൽ അവർ അവനെ പിടിക്കുവാൻ അന്വേഷിച്ചുവെങ്കിലും അവന്റെ നാഴിക വന്നിട്ടില്ലായകയാൽ ആരും അവന്റെ മേൽ കൈവച്ചില്ല. മതി. ആകയാൽ അവർ അവനെ പിടിപ്പാൻ അന്വേഷിച്ചു, എന്നാൽ അവൻ്റെ നാഴിക വന്നിട്ടില്ലായകയാൽ ആരും അവൻ്റെ മേൽ കൈവച്ചില്ല. ഒരു നിമിഷം കൈകളെല്ലാവരും ഉയർത്തിപ്പിടിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥനായ നല്ല പിതാവേ, തിരുസാന്നിധ്യത്തിന് ഞങ്ങൾ സ്തോത്രം പറയുന്നു. ഈ സന്ധ്യാവേളയിൽ അവിടുത്തെ വചനത്തിൻ്റെ പ്രകാശനത്തിനും പ്രചാരണത്തിനും വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ കൂടിയിരിക്കുമ്പോൾ അങ്ങയുടെ ആത്മാവ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഈ വചനം വണ്ണം സംസാരിക്കാനുള്ള കൃപ അടിയൻ്റെ മേൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ടവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടാൻ കൃപ ചെയ്യണമേ. വചനത്തിൻ്റെ പ്രകാശനത്തെ തടയുന്ന എല്ലാ ദുഷ്ടയാധിപത്യങ്ങളെയും അവിടുത്തെ അഭിഷിക്തരായി ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിന്മേൽ ജയം പ്രഖ്യാപിക്കുന്ന കർത്താവേ, നിൻ്റെ ദാസന്മാരുടെ ഈ പരിശ്രമങ്ങളെ അവിടുന്ന് സാർത്ഥകമാക്കണമേ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഈ യോഗത്തെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് ഇന്ന് രാത്രി പ്രാപ്തി പരിശുദ്ധാത്മാവ് തരണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ,
അങ്ങ് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേൻ. ഒരു പ്രാവശ്യം കൂടെ കൈ ഉയർത്തിപ്പിടിച്ച് നമ്മുടെ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ തിരുവചനത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് ഈ സന്ധ്യയിൽ ഞാൻ സംസാരിച്ച് തുടങ്ങുന്നത്. അവർ അവനെ പിടിപ്പാൻ അന്വേഷിച്ചു, എങ്കിലും അവൻ്റെ നാഴിക വന്നിട്ടില്ലായകയാൽ ആരും അവൻ്റെ മേൽ കൈവച്ചില്ല. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം എന്നത് 4 സുവിശേഷങ്ങളിൽ ഏറ്റവും അധികം ദൈവശാസ്ത്ര പ്രാധാന്യമുള്ള ഒരു സുവിശേഷമാണ്. പ്രത്യേകിച്ച് ക്രിസ്തുശാസ്ത്രം സംബന്ധിച്ച് ഇത്രയും സമഗ്രമായി രേഖപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു സുവിശേഷം ഇല്ല എന്ന് ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം ആദ്യ ഭാഗം എല്ലാ സുവിശേഷ യോഗങ്ങളിലും ഈ ഭാഗം സംസാരിക്കുമ്പോൾ ഞാനൊന്ന് പരാമർശിച്ച് പോകാറുണ്ട്. എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്നത് ആ ആദ്യ വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. മറ്റ് സുവിശേഷങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഉത്ഭവം സംബന്ധിച്ച് രേഖപ്പെടുത്തുന്നത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ ഒരു തർക്കവും വേണ്ട. മറ്റ് സുവിശേഷകാരന്മാരെല്ലാം യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത് അങ്ങ് ബേത്ലഹേമിലെ പുൽക്കൂട്ടിൽ നിന്ന് ഉള്ള ആരംഭമാണ് അവരെല്ലാം പറഞ്ഞു തുടങ്ങുന്നത്. പക്ഷേ യോഹന്നാൻ്റെ രചനയിൽ ഒരു വ്യത്യാസമുണ്ട്. എന്താണ് അത് എന്ന് ചോദിച്ചാൽ, യോഹന്നാൻ യേശുക്രിസ്തുവിൻ്റെ ഉത്ഭവം അന്വേഷിച്ച് തുടങ്ങിയപ്പോൾ യോഹന്നാനും മറ്റുള്ള എഴുത്തുകാരെ പോലെ അങ്ങ് ബേത്ലഹേമിലെ പുൽക്കൂട് വരെ എത്തിക്കാണും. പക്ഷേ ഈ മനുഷ്യനെക്കുറിച്ച് അദ്ദേഹം പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഇദ്ദേഹം ആരംഭിച്ചത് ബേത്ലഹേമിലെ പുൽക്കൂട്ടിലല്ല, മറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, ആ വചനം കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോൾ യോഹന്നാൻ അവതരിപ്പിച്ച ക്രിസ്തുശാസ്ത്രത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഉത്ഭവം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം അസന്നിഗ്ധമായി രേഖപ്പെടുത്തി. യോഹന്നാൻ അത് രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: യേശുക്രിസ്തു ബേത്ലഹേമിലെ പുൽക്കൂടിൽ ആരംഭിച്ചതല്ല, അവൻ ആദിയിൽ ആരംഭിച്ചവനാണ്. അതുകൊണ്ടാണ് ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം എന്നത് യേശുക്രിസ്തുവിൻ്റെ അപരനാമമാണ്, പര്യായ പദമായിട്ട് വചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, ആ വചനം കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അങ്ങനെയെങ്കിൽ ആദ്യ ഘട്ടത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യേശുക്രിസ്തു ഈ ലോകത്തിൽ ആരംഭം കുറിച്ചപ്പോൾ ഉണ്ടായവനല്ല, മറിച്ച് യേശുക്രിസ്തു അതിനു മുൻപ് ഉണ്ടായിരുന്നവനാണ് എന്ന് നമുക്ക് രേഖപ്പെടുത്തി തന്ന ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞനാണ് യോഹന്നാൻ അപ്പോസ്തോലൻ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ ആ നിത്യത്വം, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം, യേശുക്രിസ്തുവിൻ്റെ ആ മഹത്വം ഒക്കെ നമുക്ക് വർണ്ണിച്ച് തന്നുകൊണ്ട് യോഹന്നാൻ്റെ രചന മുൻപോട്ട് പുരോഗമിക്കുമ്പോൾ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു ചിന്തയാണ് 7-ാം അധ്യായത്തിൽ 30-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ മറ്റ് ഭാഗങ്ങളിലേക്ക് പോകാതെ ആ വാക്യത്തെ മാത്രം വിശദീകരിക്കാൻ വേണ്ടി അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. എന്താണ് ഇവിടെ 7-ാം അധ്യായം വായിച്ചു വരുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഇതാണ്: അവർ അവനെ പിടിപ്പാൻ അന്വേഷിച്ചു, എങ്കിലും അവൻ്റെ നാഴിക വന്നിട്ടില്ലായകയാൽ ആരും അവൻ്റെ മേൽ കൈവച്ചില്ല. വേദപുസ്തകത്തിൻ്റെ ഈ പുതിയ നിയമത്തിലെ സുവിശേഷങ്ങൾ വായിച്ചപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം,
നസ്രയനായ യേശുക്രിസ്തുവിനെ പിടിച്ചു കെട്ടാൻ വേണ്ടി ഒരു ഘട്ടത്തിൽ ഒരു പറ്റം ആളുകൾ വരികയാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ഈ ലോകത്തിൽ മറ്റേതെങ്കിലും ഒരാളെ പിടിച്ചു കെട്ടുന്നത് പോലെ പിടിക്കേണ്ട ഒരാളായിരുന്നുവോ നസ്രായനായ യേശുക്രിസ്തു? അങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ യേശുക്രിസ്തുവിനെ അടിമുടി പരിശോധിക്കുന്ന, യേശുക്രിസ്തുവിൻ്റെ ചരിത്രം മുഴുവൻ അന്വേഷിച്ച് നോക്കുന്ന, യേശുക്രിസ്തുവിൻ്റെ ജീവിതവും അവൻ്റെ ഉപദേശവും ഏതാണ്ട് 33.5 തിരുവയസ്സ് വരെ ഈ ഭൂമുഖത്ത് ജീവിച്ച ജീവിതവും അവൻ്റെ 3.5 വർഷത്തെ ഉജ്ജ്വലമായ ശുശ്രൂഷകളും എല്ലാം കൂടെ ആകമാനം പരിശോധിച്ച് നോക്കുമ്പോൾ അങ്ങനെ പിടിച്ചു കെട്ടേണ്ട ഒരു വ്യക്തിത്വമായിരുന്നോ നസ്രായനായ യേശുക്രിസ്തു എന്ന ചിന്തയാണ് ഈ പ്രസംഗം രൂപപ്പെടാൻ കാരണം. അങ്ങനെ എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ അങ്ങനെ പിടിച്ചു കെട്ടാൻ വേണ്ടി ആളുകൾ വരുന്നത്? ആരാണ് നസ്രായനായ യേശുക്രിസ്തുവിനെ പിടിക്കാൻ വരുന്നത് എന്നൊക്കെയുള്ള അതേ പഠനങ്ങൾ നടത്തിയപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. നസ്രായനായ യേശുക്രിസ്തുവിനെ അങ്ങനെ പിടിച്ചു കെട്ടേണ്ട ഒരു വ്യക്തിത്വമേ അല്ലായിരുന്നു. പിന്നെ എന്തുകൊണ്ട് യേശുക്രിസ്തുവിനെ പിടിച്ചു കെട്ടാൻ വേണ്ടി ആളുകൾ വരുന്നു? ആരാണ് അവനെ പിടിച്ചു കെട്ടാൻ വന്നത് എന്ന് നമ്മൾ ആദ്യം പരിശോധിക്കുകയാണ്. വചനം പഠിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? അത് ചേവകന്മാർ അവനെ പിടിക്കാനായിട്ട് വരികയാണ്. ആരാണ് ഈ ചേവകന്മാർ? മത നേതൃത്വം അയച്ച ഒരു പറ്റം ആളുകൾ അന്ന് യേശുക്രിസ്തുവിനെ പിടിച്ചു കെട്ടാൻ വേണ്ടി വരികയാണ്. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നസ്രായനായ യേശുക്രിസ്തു ഒരു രാജ്യദ്രോഹിയായിരുന്നുവോ? യേശുക്രിസ്തു എന്തെങ്കിലും വിധ്വംസക പ്രവർത്തനം ചെയ്തവനാണോ? യേശുക്രിസ്തു മനുഷ്യ നന്മയ്ക്ക് വിരുദ്ധമായ എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്തവനാണോ? ഒരിക്കലുമല്ല. യേശുക്രിസ്തുവിൻ്റെ ജീവിതവും പ്രവർത്തനവും ഉപദേശവും ആകമാനം പഠിക്കുമ്പോൾ ഒരു കാര്യമറിയാം, മനുഷ്യരുടെ നന്മയല്ലാതെ മറ്റൊന്നും ആലോചിക്കാത്തവനായിരുന്നു, മറ്റൊന്നും പ്രവർത്തിക്കാത്തവനായിരുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അങ്ങനെയെങ്കിൽ എന്തിനാണ് അന്നത്തെ മതനേതൃത്വങ്ങൾ യേശുക്രിസ്തുവിനെ പിടിച്ചു കെട്ടാൻ വേണ്ടി വന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ആ ആലോചന നമ്മൾ മുമ്പോട്ട് നടത്തുമ്പോൾ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആകമാനം പരിശോധിച്ച് നോക്കിയിട്ട് എന്തായിരിക്കാം ഈ മതനേതൃത്വങ്ങൾ യേശുക്രിസ്തുവിനെ പിടിച്ചു കെട്ടാനുള്ള കാരണം എന്ന് പരിശോധിക്കുമ്പോൾ ഒന്നാമത് എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിത്രം നമ്മുടെ നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ ഒരു നയപ്രഖ്യാപന പ്രസംഗം എന്ന് പറയാൻ കഴിയുന്നത് നസ്രയത്തിലെ പള്ളിയിലെ പ്രസംഗമാണ്. ആ നസ്രയത്തിലെ പള്ളിയിലേക്ക് നസ്രയനായ യേശുക്രിസ്തു വരികയും അന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹം വായിച്ചു കേൾപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. എന്നിട്ട് നസ്രയനായ യേശുക്രിസ്തു എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയത് അവിടെ എടുത്തുദ്ധരിച്ചിട്ടുണ്ട് സുവിശേഷങ്ങളിൽ. എന്തായിരുന്നു അത്? ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കുക, കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുക. ആകമാനം പറഞ്ഞാൽ അതേ യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ദൗത്യമെന്ന് പറയുന്നത് ദരിദ്രരോട് സുവിശേഷമായി അറിയിക്കുക, ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കുക, കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുക. നമ്മൾ അതിൻ്റെ ആകെ തുക പറഞ്ഞാൽ പാപത്തിൻ്റെ പാശം കൊണ്ട് കെട്ടപ്പെട്ട മനുഷ്യരെ അഴിച്ചുവിടുന്ന ഒരു ശുശ്രൂഷയായിരുന്നു നസ്രയനായ യേശുക്രിസ്തു നിർവഹിച്ചത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് രാത്രി ഞാൻ കടന്നു പറയട്ടെ, ഈ രാത്രിയിലും പാപത്തിൻ്റെ പാശം കൊണ്ട് ബന്ധിക്കപ്പെട്ട അനേക ആളുകളെ വിടുവിക്കാൻ, അവരുടെ കെട്ടഴിച്ചുവിടാൻ കഴിയുന്ന ഒരുവനായ നമ്മുടെ നസ്രയനായ യേശുക്രിസ്തു ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് സ്തുതി പറഞ്ഞുകൊണ്ട് നിൽക്കണം. ഞാൻ ഇന്ന് രാത്രി വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം പറയുന്ന ഒരു കാര്യം, അത് കെട്ടഴിക്കാൻ കഴിയുന്ന പാപത്തിന്റെ പാശങ്ങളെ അറുത്തുവിടാൻ കഴിയുന്ന, രോഗത്തിന്റെ ബന്ധനങ്ങളെ അറുത്തുവിടാൻ കഴിയുന്ന, പിശാച് കെട്ടിയിട്ട മനുഷ്യരെ അത് അഴിച്ചുവിടാൻ കഴിയുന്ന ഒരേ ഒരാൾ നമ്മുടെ നസ്രയനായ യേശുക്രിസ്തുവാണ്. അപ്പോൾ നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷകൾ ആകമാനം നമ്മൾ പരിശോധിക്കുമ്പോൾ
ഒരു കാര്യം നമുക്ക് മനസ്സിലാകും, കെട്ടപ്പെട്ട ആളുകളുടെ കെട്ടഴിച്ചു വിടുന്നതായിരുന്നു അവൻ്റെ ദൗത്യം. അപ്പോൾ യേശുക്രിസ്തുവിനെ പിടിച്ചു കെട്ടാൻ വേണ്ടി മാത്രം എന്തെങ്കിലും വിധ്വംസക പ്രവർത്തനം അവൻ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും രാജ്യദ്രോഹം അവൻ ചെയ്തിട്ടുണ്ടോ? മനുഷ്യ നന്മയ്ക്ക് വിരുദ്ധമായി എന്തെങ്കിലും തിന്മ അവൻ ചെയ്തിട്ടുണ്ടോ? ഒരു തിന്മയും അവൻ ചെയ്തിട്ടില്ല. കാരണം ഈ ഭൂമുഖത്ത് പാപമില്ലാതെ പിറന്ന ഒരു പുണ്യപുരുഷനായിരുന്നു നമ്മുടെ നസറേയനായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിനെതിരെ ഒരു പാപം ആരോപിക്കാൻ ചരിത്രത്തിൽ നാളിതുവരെ ഒരാൾക്കും സാധിക്കാത്ത വണ്ണം അത്തരം ഒരു പുണ്യാത്മാവായിരുന്നു നമ്മുടെ നസറേയനായ യേശുക്രിസ്തു. അവൻ ഇന്ന് രാത്രിയിലും അവൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യേ ഉണ്ട്. കൈകൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന് സ്തോത്രം പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ യാതൊരു പാപവും ചെയ്യാത്ത, യാതൊരു തിന്മയും ചെയ്യാത്ത, മനുഷ്യർക്ക് യാതൊരു ദോഷവും ചെയ്യാത്ത ഈ നസ്രായൻ ചെയ്ത കാര്യമെന്ത് എന്ന് പരിശോധിക്കുമ്പോൾ പുസ്തകം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, കെട്ടപ്പെട്ടവരുടെ കെട്ടഴിച്ചു വിടുന്ന ഒരു ദൗത്യം മാത്രമേ ക്രിസ്തു ചെയ്തിട്ടുള്ളൂ. ഇന്നും അങ്ങനെ തന്നെയാണല്ലോ. അതേ, കെട്ടുകൾ അഴിക്കുന്നവരെ പിടിച്ചുകെട്ടുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഏത് കെട്ടുകൾ? നമ്മുടെ കൃപയാൽ നമ്മൾ ചെയ്യുന്നത് പാപത്തിൻ്റെ ബന്ധനത്തിൽ കിടക്കുന്ന ആളുകളെ അത് കെട്ടഴിച്ചു വിടുന്ന ദൗത്യമാണ് സുവിശേഷം ചെയ്യുന്നത്. അല്ലാതെ സുവിശേഷം ഒരു ദ്രോഹവും ചെയ്യുന്നില്ല. പക്ഷെ നമുക്കറിയണം, രാജ്യത്തുടനീളം അതേ സുവിശേഷകർക്കെതിരെ വ്യാപകമായ അക്രമങ്ങൾ നടക്കുമ്പോൾ നമ്മളും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പലപ്പോഴും കിട്ടാറില്ല. കാരണം നമ്മൾ ഒരു ദോഷവും ചെയ്തിട്ടില്ല. ഈ രാജ്യത്തിന്, ഈ നാടിനൊരു ദോഷവും ചെയ്തിട്ടില്ല. ചെയ്ത ഒറ്റ കാര്യമുള്ളൂ, പാപത്തിന്റെ ബന്ധനത്തിൽ കിടക്കുന്ന അനേകായിരങ്ങളെ അഴിച്ചുവിടുന്ന ഒരു ദൗത്യമാണ് ഇന്നും സുവിശേഷകർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ രാത്രിയിലും ആ ദൗത്യം ഇവിടെ നടക്കും. Praise the Lord. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ രാജ്യത്ത് സുവിശേഷത്തിന് വിരുദ്ധമായിട്ടുള്ള വലിയ അലയൊലികൾ ഉയരുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്, നമ്മൾ ഒരു ദോഷവും ചെയ്തിട്ടല്ല. പിന്നെ എന്താണെന്നറിയാമോ? പിശാച് കെട്ടിയിട്ട, പിശാച് ബന്ധിച്ച, പിശാച് തകർത്തു കളഞ്ഞ അനേകരുടെ ജീവിതത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് തുറന്നുവിടുന്ന ഒരു ദൗത്യമാണ് ഇന്നും സുവിശേഷം കൊണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് പിശാച് ഇന്നും നമ്മളെ പിടിച്ചുകെട്ടാൻ ആളുകളെ എഴുന്നേൽപ്പിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, അഴിച്ചുവിടുന്ന ഒരു ദൗത്യം നമുക്കുള്ളത് കൊണ്ടാണ് നമുക്കെതിരെ ഈ വലിയ പോരാട്ടം എന്നുള്ളത് നമ്മൾ ഇന്ന് രാത്രി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, അങ്ങനെ യേശുക്രിസ്തുവിനെ പിടിക്കാൻ വേണ്ടി ചേവകന്മാരെ പറഞ്ഞു വിടുകയാണ്. ആരാണ് ഈ ചേവകന്മാർ എന്ന വിശുദ്ധ ബൈബിൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവർ അന്നത്തെ ദേവാലയത്തിന്റെ കാവൽക്കാരായിരുന്നു. വിശുദ്ധ വചനം നമ്മൾ പഠിക്കുമ്പോൾ പഴയ അതേ ആലയത്തെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ നമ്മൾ നടത്തുമ്പോൾ അവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യെരൂശലേം ദേവാലയത്തിൽ വലിയ കാവൽക്കാരുണ്ടായിരുന്നു, കാവൽ കൂട്ടങ്ങൾ. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്, നിന്റെ ആലയത്തിന്റെ കാവൽക്കാരനായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം എന്ന് തിരുവചനത്തിൽ പറയുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യെരൂശലേം ദേവാലയത്തിൽ വലിയ കാവൽ കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. എന്താണ് യെരൂശലേം ദേവാലയത്തിന് കാവൽ വേണ്ടത്? ഇപ്പൊ പെന്തക്കോസ്തരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലയത്തിന് കാവലോ എന്ന് ചോദിച്ചാൽ വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ യെരൂശലേം ദേവാലയം പോലെയുള്ള ബൃഹത്തായ ആ ആലയത്തിന് വലിയ കാവൽ കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. ആ കാവൽ കൂട്ടങ്ങളെയാണ് ചേവകർ എന്ന് പുതിയ നിയമത്തിൽ ഈ സുവിശേഷ ഭാഗങ്ങളിൽ പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാറുണ്ട്, പെന്തക്കോസ്തിന്റെ ചെറിയ ആലയങ്ങൾ
ആലയങ്ങൾക്കൊന്നും കാവൽ വേണ്ട. പക്ഷെ ഇന്ത്യ മഹാരാജ്യത്ത് വലിയ കാവൽ പോലീസ് സംവിധാനങ്ങളുള്ള, അത് കാവൽ നിർത്തുന്ന ഒരുപാട് മന്ദിരങ്ങൾ, ആലയങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവിടെയൊക്കെ വലിയ വലിയ നിധികുംഭങ്ങൾ അതേ സൂക്ഷിച്ചിരിക്കുന്ന ഇടങ്ങളാണ് ദേവാലയങ്ങൾ എന്ന് പറയുന്നത്. പെന്തക്കോസ്തരെ സംബന്ധിച്ചിടത്തോളം വിലപിടിപ്പുള്ളതൊന്നും നമ്മുടെ ആലയത്തിലില്ല. വിലപിടിപ്പുള്ളതല്ല വൈ വന്നിരിക്കുന്നത്. പെന്തക്കോസ്തുകാരുടെ ആലയത്തിൽ പ്രത്യേകിച്ച് കള്ളം കയറത്തില്ല. കാരണം അവിടെ വിലപിടിപ്പുള്ളതൊന്നുമില്ല. ഞായറാഴ്ച പാട്ടുപാടി ആരാധിച്ച് ആശീർവാദം പറഞ്ഞു കഴിയുമ്പോൾ വിലപിടിപ്പുള്ളതെല്ലാം ബൈ പറഞ്ഞ് വീട്ടിൽ പോകും. ഹല്ലേലൂയ. എന്നാൽ രാജ്യത്തെ ആലയങ്ങൾ അങ്ങനല്ല. വലിയ നിധികുംഭങ്ങൾ നിറഞ്ഞിരിക്കുന്ന ആലയങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. പോലീസ് കാവൽ നിൽക്കുന്ന ആലയങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഇതുപോലെ തന്നെ യെരൂശലേം ദേവാലയത്തിൻ്റെ വലിയ കാവൽക്കാരുണ്ടായിരുന്നു. ആ കാവൽ കൂട്ടങ്ങളെയാണ് അതേ ഈ ചേവകന്മാരെന്ന് പറയുന്നത്. അപ്പോൾ ആ യേശുക്രിസ്തു ഇങ്ങനെ പാപത്താൽ ബന്ധിക്കപ്പെട്ട, രോഗത്താൽ ബന്ധിക്കപ്പെട്ട, ജീവിതമാകെ തകർന്നു പോയ മനുഷ്യർക്ക് വിടുതൽ കൊടുത്ത് അവരുടെ കെട്ടുകളെ അഴിച്ച് അവരെ സൗഖ്യമാക്കി മുമ്പോട്ട് പോകുമ്പോൾ അന്നത്തെ മത നേതാക്കന്മാർക്ക് അത് സഹിച്ചില്ല. കാരണം അവരുടെ ആലയത്തിൽ നടക്കാത്തത് യേശുക്രിസ്തുവിൻ്റെ പരസ്യ യോഗത്തിൽ നടക്കുകയാണ്. ഇന്ന് രാത്രി ഞാനൊരു കാര്യം ഈ ദേശത്തോട് വിളിച്ചു പറയാം. വലിയ മണിമന്ദിരങ്ങളിൽ സംഭവിക്കാത്ത അത്ഭുതങ്ങൾ യേശുക്രിസ്തു വരുന്ന ഇത്തരം യോഗങ്ങളിൽ സംഭവിക്കും. ഇന്ന് രാത്രി നിങ്ങൾ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് ഈ വചനം കേൾക്കുന്നെങ്കിൽ ഞാൻ പറയാം, അതേ കുന്തിരക്കത്തിൻ്റെ മണമൂറുന്ന, മണിനാഥം കേൾക്കുന്ന മണിമന്ദിരങ്ങളിൽ നടക്കാത്ത അത്ഭുതങ്ങൾ നസ്രയനായ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന ഇതുപോലെയുള്ള യോഗങ്ങളിൽ സംഭവിക്കുമെന്ന് ഞാൻ അടിവരയിട്ട് പറയുകയാണ്. അങ്ങനെങ്കിൽ ഇന്ന് രാത്രിയിൽ പാപത്താൽ ബന്ധിക്കപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ ഇന്ന് രാത്രി പാപത്തിന്റെ കെട്ടുകളെ അറുത്തുവിടാൻ കഴിയുന്ന നസ്രായൻ ഇവിടെ വന്നിട്ടുണ്ട്. രോഗത്താൽ ബന്ധിക്കപ്പെട്ടയാളായി ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ രോഗബന്ധനത്തെ അഴിക്കാൻ കഴിയുന്ന നസ്രായൻ ഈ രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. മാനസികമായിട്ടോ ശാരീരികമായിട്ടോ അത് തകർന്നു പോയ മനുഷ്യർ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നു. നിങ്ങളോട് ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങളെ കെട്ടിയ സകല കെട്ടുകളെയും അഴിച്ചുവിടാൻ കഴിയുന്ന നമ്മുടെ നസ്രായനായ യേശുക്രിസ്തു ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ യെരൂശലേം ദേവാലയത്തിലെ അന്നത്തെ മത നേതാക്കന്മാർ യേശുക്രിസ്തുവിനെ പിടിച്ചുകെട്ടാൻ ഒരാജ്ഞ കൊടുത്തു വിടുകയാണ്. അപ്പൊ അന്നത്തെ നേതാക്കന്മാർക്ക് വലിയ അധികാരമുണ്ട്. മത നേതാക്കന്മാർക്ക്, അന്നത്തെ നേതാക്കന്മാർക്ക് മാത്രമല്ല ഇന്നത്തെ മത നേതാക്കന്മാർക്കും വലിയ അധികാരമുണ്ട്. പ്രത്യേകിച്ച് മത നേതാക്കന്മാരുടെയൊക്കെ അധികാരം തിളങ്ങി നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ. ആ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം മത നേതാക്കന്മാരുടെ അരമനകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. കാരണം ഈ കേരളത്തിൽ എന്ത് നടക്കണമെന്ന് അത് പറയാൻ ശേഷിയുള്ള അനേക മതകേന്ദ്രങ്ങൾ നമ്മുടെ നാട്ടിലും ഉണ്ടല്ലോ. അവർ പറയുന്നതനുസരിച്ചായിരിക്കും നാളത്തെ കാര്യങ്ങൾ നടക്കുന്നത്. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഇങ്ങനൊന്നും സംഭവിക്കുന്ന ഇടമല്ല ഇവിടെന്ന് തോന്നിപ്പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി യോഗം നടക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരും അത് പല മതകേന്ദ്രങ്ങളിലുമാണ്. കാരണം അവിടെ ഈ രാജ്യത്ത് എന്ത് നടക്കണമെന്ന് തീരുമാനിക്കാൻ ശേഷിയുള്ള മത നേതാക്കന്മാര് നമ്മുടെ രാജ്യത്ത് ഉണ്ടെന്നാ പറഞ്ഞു. പെന്തിക്കോസിന് അതില്ല. നമ്മൾ പറഞ്ഞ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും കേൾക്കുകയില്ല. സ്തോത്രം. നിങ്ങൾക്കൊരു സങ്കടം തോന്നുന്നുണ്ടല്ലേ? അങ്ങനെ ആ വസ്തുത. പെന്തിക്കോസ്തിലെ ഒരു അരമനയിലും ഒരു നേതാവും വരാറില്ല. കാരണം നമ്മൾ പറഞ്ഞാൽ ആരും കേൾക്കുകയില്ല. നമുക്ക് അതിനുള്ള അധികാരമില്ലെന്നാണ് പറഞ്ഞത്. നമുക്ക് ഇല്ലാത്ത കാര്യം ഇല്ലെന്ന് പറയണം. നമുക്കതിനുള്ള അധികാരമില്ല. നാളെ എല്ലാവരും കൂടെ ഇടത്തോട്ട് തിരിഞ്ഞോ എന്ന് പറയുകയാന്നിരിക്കട്ടെ ഒരാൾ. നമ്മൾ പറഞ്ഞാൽ ആരും കേൾക്കുകയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയാത്തത്. അല്ല, നമ്മൾ വലത്തോട്ട് തിരിഞ്ഞു എന്ന് പറഞ്ഞാലും ആരും കേൾക്കുകയില്ല. അങ്ങനെ ശേഷിയുള്ള ഒരു നേതാവും പെന്തിക്കോസിലില്ല. നിങ്ങൾക്കൊരു വിഷമം. സ്തോത്രം.
അതുകൊണ്ടാണ് ഈ നേതാക്കന്മാരാരും നമ്മളെ മൈൻഡ് ചെയ്യുകയില്ല. കാര്യം അവർക്കറിയാം നമ്മൾ പറഞ്ഞാൽ ഇവരാരും കേൾക്കുകയില്ല. സ്തോത്രം. അത്ര അധികാരമൊന്നും നമുക്കില്ല. എന്നാൽ ഒരു ഭൂതം ബാധിച്ചവനെ നാളെ ഈ മതകേന്ദ്രത്തിലേക്ക് കൊണ്ടുചെല്ലണം. അപ്പോൾ അവർ കതക് തുറന്ന് വരും. അവിടുത്തെ ബഹുമാന്യനായ ആൾ നമ്മൾ ചെല്ലുമ്പോൾ കൈകൂപ്പി, എന്നാ കാര്യം, ഇങ്ങാർക്ക് ഭൂതമാണ്, അതിന് നിങ്ങളുടെ ഈ അധികാരം വെച്ച് ഈ ഭൂതത്തെ ഒന്ന് ശാസിക്കണം. ആരുടെയും മുമ്പിൽ കൈകൂപ്പാത്ത അവർ നിങ്ങളുടെ മുമ്പിൽ കൈകൂപ്പും. കാരണം അവർ പറയും ഞങ്ങൾക്ക് കേരളത്തെ തിരിക്കാനുള്ള അധികാരം ഉണ്ടെങ്കിലും ഭൂതത്തെ ശാസിക്കാനുള്ള അധികാരം ഇല്ല. അതിവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അതുള്ള ഒരു ഗ്രൂപ്പാണ് നമ്മൾ. ഇന്ന് രാത്രിയിലെ കൈ അടിച്ച് ദൈവത്തിനൊന്ന് മഹത്വം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ പറയാം, കേരളത്തിലെ പെന്തിക്കോസ്തുകാർക്ക് നാളെ ഇടത്തോട്ട് തിരിഞ്ഞോ വലത്തോട്ട് തിരിഞ്ഞോ എന്ന് പറയാൻ അധികാരമുള്ള ഒരു നേതാവും ഇല്ലെന്നേ. ഞങ്ങൾ പറഞ്ഞ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും കേൾക്കത്തില്ലെന്നേ. പക്ഷെ ഇന്ന് രാത്രി രാജ്യത്തെ അടക്കി വാഴുന്ന അന്ധകാര ശക്തികളോട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കീഴടങ്ങാൻ പറയാൻ അധികാരമുള്ള ഒരു ഗ്രൂപ്പ് ഈ രാജ്യത്തുണ്ട്. പ്രാർത്ഥിച്ചാൽ രാജ്യത്തെ തിരിക്കാൻ കഴിയുന്ന, പ്രാർത്ഥിച്ചാൽ ജനതയെ തിരിക്കാൻ കഴിയുന്ന, പ്രാർത്ഥനയിലൂടെ അത്ഭുതങ്ങൾ നടത്താൻ കഴിയുന്ന, പ്രാർത്ഥനയിലൂടെ വലിയ വിടുതലുകൾ നടത്താൻ കഴിയുന്ന, ദുരാത്മാക്കളെ ശാസിക്കാൻ കഴിയുന്ന, മദ്യപാനികളെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന, പാപത്തിന്റെ കെട്ടുകളിൽ അകപ്പെട്ട മനുഷ്യരുടെ കെട്ടഴിച്ചു വിടാൻ കഴിയുന്ന അധികാരമുള്ള ഒരു സമൂഹമാണ് പെന്തിക്കോസ്ത്. അത് മനസ്സിലാക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ ശബ്ദ പരിധിയിൽ അതെ ഈ തിരുവചനം കേൾക്കുന്ന സകല അന്ധകാര ശക്തികളോടും ഞങ്ങൾ അഭിഷക്തർ ഒരുമിച്ച് പറയുന്നു, കുടുംബങ്ങളെ തകർക്കുന്ന വ്യക്തികളെ തകർക്കുന്ന, വ്യക്തികളെ കെട്ടിയിട്ടിരിക്കുന്ന, കുടുംബങ്ങളെ കെട്ടിയിട്ടിരിക്കുന്ന അന്ധകാര ശക്തികളോട് ഇന്ന് രാത്രി അഭിഷക്തർ ഒരുമിച്ച് കൽപ്പിക്കുന്നു, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദേശം വിട്ടുപോ. ഹല്ലേലൂയ. അത്തരം ശക്തിയുള്ള ഒരു പറ്റം ആളുകൾ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞ അധികാരം തിരിച്ചറിഞ്ഞ ദൈവമക്കൾ ഇന്ന് രാത്രി അടങ്ങിയിരിക്കരുത്. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് അത്ഭുതങ്ങൾ സംഭവിക്കും. വചനം അയച്ചു വിടുവിക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി നിന്റെ രോഗബന്ധനത്തെ അഴിക്കും. ഇന്ന് രാത്രി വഴിപിഴച്ച നിന്റെ തലമുറയെ മടക്കിക്കൊണ്ടുവരും. ഇന്ന് രാത്രി മദ്യപാനത്തിന് അടിമപ്പെട്ട ആളുകളെ അത് ഇന്ന് രാത്രി രക്ഷിക്കാൻ ഈ വചനത്തിന് കഴിയും. ഹല്ലേലൂയ. ഈ രാത്രി ആത്മഹത്യ മാത്രം കൊതിക്കുന്ന മനുഷ്യർ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ താങ്കളെ രക്ഷിക്കാൻ ഈ വചനത്തിന്റെ ശക്തിക്ക് കഴിയും. അത് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ദൈവത്തിന് സ്തുതി പറഞ്ഞുകൊണ്ടിരിക്കെ ഈ രാജ്യത്തെ തിരിക്കാൻ, ഈ രാജ്യത്തിന്റെ അന്ധകാര ശക്തികളെ ശാസിക്കാൻ, ഈ രാജ്യത്ത് പടവരുന്ന ദുഷ്ടശക്തികൾക്കെതിരെ പോരാടാൻ കഴിയുന്ന അധികാരമാണ് ദൈവത്തിന്റെ ദാസീദാസന്മാരെ നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. ഒന്ന് കരമടിച്ച് അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കാൻ സന്തോഷമുള്ള പ്രിയപ്പെട്ടവർ ഈ രാത്രി അല്പസമയം ദൈവത്തിന് സ്തുതി കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ശ്രദ്ധിക്കുക, വചനത്തിന്റെ ചിന്തകൾ വിട്ടുപോകരുത്. അവർ അവനെ പിടിപ്പാൻ അന്വേഷിച്ചു, എങ്കിലും അവന്റെ നാഴിക വന്നിട്ടില്ലായകയാൽ ആരും അവന്റെ മേൽ കൈവച്ചില്ല. അപ്പോൾ ആരാണ് യേശുക്രിസ്തുവിനെ പിടിച്ചു കെട്ടാൻ വേണ്ടി ആളുകളെ അയച്ചത്? അന്നത്തെ മതനേതൃത്വമാണ്. ഏത് മതനേതൃത്വം? യഹൂദാ മതനേതൃത്വം. യഹൂദാ മതനേതൃത്വത്തിന് എന്താ യേശുക്രിസ്തുവിനോട് ഇത്ര അത് വൈരാഗ്യം? യേശുക്രിസ്തു രാജ്യദ്രോഹം ചെയ്തോ? യേശുക്രിസ്തു മനുഷ്യ നന്മയ്ക്ക് വിരുദ്ധമായി എന്തെങ്കിലും ചെയ്തോ? യേശുക്രിസ്തു അവിടെ ഒരു ജനദ്രോഹിയായിരുന്നോ? ഒന്നുമല്ലെന്നേ. യേശുക്രിസ്തു ചെയ്ത ഒറ്റ കാര്യം, അത് കെട്ടപ്പെട്ട ആളുകളെ അഴിച്ചുവിടുന്നു, ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കുന്നു, കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു. ഇന്ന് രാത്രി യേശു ചെയ്യുന്നത് അത് മാത്രമാണ്.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ആരെയൊക്കെ അഴിച്ചു വിടുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും 12 വർഷം ഒരു സ്ത്രീ അത് രോഗത്താൽ കെട്ടപ്പെട്ട് കിടക്കുകയാണ്. ആ സ്ത്രീ ഇഞ്ചിഞ്ചായിട്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവളുടെ മതം അവളെ അനുവദിച്ചില്ല. അവളുടെ മതം അവളെ അനുവദിച്ചില്ല യേശുക്രിസ്തുവിന്റെ അടുക്കലേക്കെന്ന് ചെല്ലാൻ. അവൾ മരിച്ചുകൊണ്ടിരിക്കുന്നു, അവൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവൾ കേട്ടു നസ്രയനായ യേശുക്രിസ്തു കടന്നു പോകുന്നു. അവൾ വിചാരിച്ചു, മത നിയമങ്ങൾക്കനുസരിച്ച് ഞാൻ ജീവിച്ചാൽ ഞാൻ മരിക്കും. ഇന്ന് രാത്രി ജീവന്റെ ദാതാവായവൻ അതെ ആ വഴി വരുന്നു എന്നവൾ മനസ്സിലാക്കി. അവൾ എന്ത് ചെയ്തെന്നറിയാമോ? അവളെ പിടിച്ചു കെട്ടിയിരുന്ന മത നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് ആ സ്ത്രീ ആ ആൾക്കൂട്ടത്തിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് ഇഴഞ്ഞു ചെന്ന് യേശുക്രിസ്തുവിന്റെ വസ്ത്രാഞ്ചലം തൊട്ട മാത്രയിൽ അവങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ആ ശക്തി പുറപ്പെട്ട മാത്രയിൽ അവളുടെ രോഗം നിന്നു. ഇന്ന് രാത്രി ഞാൻ ആത്മനിയോഗത്തോടെ വിളിച്ചു പറയുന്നു, നിന്റെ രോഗം എത്ര വർഷമായതാണെങ്കിലും ഇന്ന് രാത്രി സൗഖ്യമാക്കാൻ നസ്രയനായ യേശുക്രിസ്തു ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി വിശ്വാസത്തോടെ അവൻ കൈതൊട്ട് ഈ രാത്രി അവന്റെ ശക്തി നിനക്ക് വേണ്ടി പുറപ്പെടുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. 12 വർഷം എൻ്റെ കർത്താവിന് പ്രശ്നമല്ല, 18 വർഷവും എൻ്റെ കർത്താവിന് പ്രശ്നമല്ല. അവൻ പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ 18 വർഷമായി കൂനിയായിട്ടുള്ള ഒരു സ്ത്രീ, യേശുക്രിസ്തു അവളോട് ഇടപെടുന്ന മാത്രയിൽ അവിടെ കൂന് മാറുകയാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, 12 വർഷം യേശുക്രിസ്തുവിന് വിഷയമല്ല, 18 വർഷത്തെ കെട്ട് യേശുവിന് വിഷയമല്ല. ഇനി ഒരുത്തൻ 38 വർഷമായി കിടക്കുകയാണ്. ആ 38 വർഷവും യേശുക്രിസ്തുവിന് വിഷയമല്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിന്റെ ഭവനത്തിലൊക്കെ വിടുതൽ സംഭവിക്കാൻ പോവുകയാണ്. ഒരു 38 വർഷമായിട്ട് കിടക്കുകയാണ്. 38 വർഷം എന്ന് പറയുന്ന അവന്റെ പ്രായമല്ല, അവന്റെ രോഗത്തിന്റെ പ്രായമാണ്. ബൈബിളില് രോഗത്തിന്റെ പ്രായം എഴുതിയിട്ടുള്ളത് ഇതാണ്. ഒരുത്ത 38 വർഷമായിട്ട് യേശുക്രിസ്തുവിനേക്കാൾ പ്രായവും. പല ക്രിസ്ത്യാനികളും യേശുക്രിസ്തുവിനേക്കാൾ പാരമ്പര്യം പറയുന്ന ആളുകളാണ്. പക്ഷെ കിടപ്പ് വിട കുളക്കരെ കിടക്കുക. അപ്പം ഈ പുള്ളി അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. എനിക്ക് ഇയാളോട് നമ്മൾ പലരും പറഞ്ഞ വ്യാഖ്യാനത്തോട് വിയോജിപ്പുണ്ട്. ചിലർ പറയുന്നത് അവന് ഒന്ന് ഉരുണ്ടാണെങ്കിലും അങ്ങോട്ട് വീഴാമായിരുന്നു. ഞാൻ ഇത് പഠിച്ചപ്പോൾ ഇയാൾ നമ്മളെ കണ്ട നമ്മൾ വ്യാഖ്യാനിച്ച് വെച്ചതൊക്കെ എന്നെക്കുറിച്ച് തന്നെ ആയിരുന്നു എന്ന് അയാൾ ചോദിക്കും. നമ്മൾ ഈ 38 വർഷം കുളക്കരെ കിടന്നവനെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്ന എന്തും അവനൊട്ടും വിശ്വാസം ഇല്ലാത്ത ആളായിട്ടാണ്. പക്ഷേ നിങ്ങൾ ഓർക്കണം, ഈ 38 വർഷം ഒരുത്തൻ ഒരു സൗഖ്യം കാത്തുകൊണ്ട് ഒരു കുളക്കരെ കിടക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ അംഗീകരിച്ചിരിക്കുന്നു. കാരണം നമ്മൾ 3 ദിവസം ഒരു സഭയിൽ നിൽക്കത്തില്ല. ഇവിടെ ഇരിക്കുന്നവർ എത്ര സഭ ചാടിയെന്ന് ഇപ്പം ചോദിച്ചാൽ അറിയാം. 38 വർഷം സ്ഥിരമായിട്ടൊരു സഭയിൽ നിന്നവരിനകത്ത് കാണുകയില്ല. കാരണം എന്നാ, ഇവിടെ ഒരു വിടുതലില്ല, അതുകൊണ്ട് അപ്പുറത്തോട്ട് പോവാം. പക്ഷേ ഈ പുള്ളി 38 വർഷമായിട്ട് അവിടെ കിടക്കുക. അതാണ് ഒരു അത്ഭുതം. നമ്മൾ അയാളെ ഇനി കുറ്റം പറയരുത്. അദ്ദേഹത്തിനൊരു ശുഭപ്രതീക്ഷയുണ്ട്, എന്നെങ്കിലും ഒരു വിടുതൽ വരും. എന്താ കാര്യം? ഇയാള് അവിടെ കുരുടര്, മുടന്തര്, വ്യാധിക്കാർ, ഇങ്ങനെ ഉള്ള ഗ്രൂപ്പുകളാണ് അവിടെ കിടക്കുന്നത്. ഒരു ദേവദാസൻ പറഞ്ഞത് ആധി മൂത്താണ് വ്യാധിയാകുന്നതെന്നാണ്. ഇപ്പം മനുഷ്യരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ആധിയാണ്, ടെൻഷൻ. പല മനുഷ്യരെയും കണ്ടാൽ നല്ല സൗന്ദര്യമുള്ളതാണ്, പക്ഷേ ഒരു ശാശ് പിടിച്ച പോലൊരു അന്തരീക്ഷം. എന്നാന്നറിയോ? ആധിയാണ്. ഇന്നും ഇവിടെ ആധിയുള്ള പലരും വന്നിട്ടുണ്ട്. ടെൻഷനാണ് ഭയങ്കര. ടെൻഷനാണ് പല രോഗങ്ങളുടെയും കാരണം. അപ്പോൾ അവിടെ മുടന്തരുണ്ട്, കുരുടരുണ്ട്, വ്യാധിക്കാരുണ്ട്, എല്ലാം ഉണ്ട്.
അപ്പോൾ ഇയാളോട് യേശുക്രിസ്തു ഈ കിടപ്പ് കണ്ടിട്ട് അവിടെ ചെല്ലുകയാണ്. നമ്മുടെ ഇരിപ്പും കിടപ്പും ഒക്കെ കാണുമ്പോഴാണ് കർത്താവിനൊരു മനസ്സിലിവ് തോന്നുന്നത്. ഇന്ന് രാത്രി നിങ്ങളുടെ ആ ഇരിപ്പ് കാണുമ്പോൾ തന്നെ ഒരു ദയ തോന്നും. കാരണം ഒരുപാട് യോഗത്തിന് വന്നിരുന്ന് ഇങ്ങനത്തെ ഇരുന്നിട്ടുള്ള ഇതുവരെയും രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഒരുപാട് പ്രസംഗം കേട്ടതാണ്, ഇതുവരെ മനസാന്തരം ഉണ്ടായിട്ടില്ല. ആ ഇരിപ്പ് കാണുമ്പോൾ ഇന്നെങ്കിലും ഒരു വിടുതൽ നടക്കും. അപ്പം ഈ മനുഷ്യനെ കുറിച്ച് ഞാൻ പുതിയതായിട്ട് ചിന്തിച്ച് നോക്കിയപ്പം നമ്മൾ പറയുന്ന പോലൊന്നുമല്ല. 38 വർഷം കിടക്കണമെങ്കിൽ വലിയ പ്രതീക്ഷയുള്ളുണ്ട് ഇയാൾക്ക്. അപ്പം അതുകൊണ്ടാണല്ലോ യേശുക്രിസ്തു അവൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഇന്ന് രാത്രി ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളോടും ചോദിക്കുന്ന ഒരു ചോദ്യം, സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അപ്പോൾ അയാൾ പറഞ്ഞു, എന്നെ വെള്ളം കലങ്ങുമ്പം കുളത്തിലിറക്കാൻ ആരുമില്ല. നമ്മൾ പറയുന്ന അവൻ ഉരുണ്ടാണെങ്കിലും അങ്ങോട്ട് കേട്ടിട്ടില്ലേ? ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അവൻ നിരൂപിച്ചിരുന്നെങ്കിൽ ഉരുണ്ടായിരുന്നെങ്കിലും അങ്ങോട്ട് വീഴായിരുന്നു. പക്ഷേ എൻ്റെ നിരീക്ഷണം അനുസരിച്ച് ഇയാൾ പറഞ്ഞു, ഞാൻ ചെല്ലുമ്പോഴത്തേക്കിങ്ങനെ വേറൊരാൾ എന്ത് ചെയ്യുന്നു, ഇറങ്ങും. എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല. അപ്പോൾ എന്തായിരിക്കും ഇയാളുടെ രോഗം? എൻ്റെ ചിന്ത തീരെ നടക്കാൻ വയ്യാഴിയായിരിക്കും, മുടന്തനായിരിക്കും. കാരണം ഞാൻ ചെല്ലുമ്പോഴത്തേനും വേറൊരുത്തൻ ഇറങ്ങുന്നു. ഇയാൾ ചത്തിയോ ഒത്തിയോ അവിടെ ചെല്ലുമ്പോഴത്തേനും വേറൊരാൾ ഇറങ്ങുന്നു. അപ്പോൾ സൗഖ്യം വേണ്ടാഞ്ഞിട്ടൊന്നുമല്ല, എനിക്ക് മുമ്പേ വേറെ ആളുകൾ ഇറങ്ങുന്നു. ചിലർ പറയുന്ന അവർ കൈപൊക്കിയോണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നില്ല. അങ്ങനെ ആരെങ്കിലും ഇന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കൈപൊക്കിക്കൂ, ഒരു കുഴപ്പമില്ല. ചിലർ സുവിശേഷ യോഗം കേട്ടിട്ട് ഇതുവരെയും രക്ഷിക്കപ്പെടാത്ത, ഞാൻ കൈ ഉയർത്താൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ഞാൻ ആദ്യം ഉയർത്താനിരുന്ന 2-3 പേര് ആദ്യം എന്ത് ചെയ്തു, ഉയർത്തി. അതുകൊണ്ട് ഞാൻ ഉയർത്തുന്നു. ഇന്ന് നിങ്ങൾക്ക് ചാൻസ് തരിക. രക്ഷിക്കപ്പെടാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ന് കൈ ചാടി ഉയർത്തി നേരത്തെ. ഇയാൾ പറഞ്ഞു കേൾക്കണം, എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല. സ്തോത്രം. വലിയ പ്രതീക്ഷയുള്ള മനുഷ്യനാണ്. പക്ഷെ കർത്താവ് എന്താ പറഞ്ഞേ, എഴുന്നേറ്റ് എൻ്റെ കിടക്കയെടുത്ത് നടക്കാം. യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകത മത നിയമങ്ങളെയെല്ലാം ലംഘിച്ചവനാണ് ക്രിസ്തു. ഞാൻ പറയുന്നത്, ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ആചാരലംഘി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. അന്നത്തെ യഹൂദ മതത്തിൻ്റെ ഒരാചാരങ്ങളെയും, വ്യർത്ഥമായ ഒരാചാരങ്ങളെയും യേശുക്രിസ്തു വെച്ച് ഉറപ്പിച്ചില്ല, അതിനെയെല്ലാം ലംഘിച്ചു. സ്തോത്രം. ഇന്ന് ആചാരങ്ങളെല്ലാം സംരക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ആചാരങ്ങളെ സംരക്ഷിച്ചവനല്ല, അനാചാരങ്ങളെയും ദുരാചാരങ്ങളെയെല്ലാം ലംഘിച്ചവനാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആചാരം ലംഘിക്കാൻ പോവുക. എന്താ ആചാരം? അവിടുത്തെ ഒരു ആചാരമാണ് ശബത്ത് ദിവസം എന്ത് ചെയ്യരുത്, ഭാരം ചുമക്കരുത്. യഹൂദന്റെ വലിയ മതനിയമമാണ്, ശബത്ത് ദിവസം ഭാരം ചുമക്കാൻ പാടില്ല. അതുകൊണ്ട് വേദചിന്തകരൊക്കെ പറയുന്നത് 40 കിലോയോളം വരുന്ന അന്നത്തെ തോൽ ചുരുളൊക്കെ ശബത്ത് ദിവസം വായിക്കാനുള്ളത് തലേ ദിവസമേ നിവർത്തി വെക്കുമായിരുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തു ദേവാലയത്തിലേക്ക് വന്നപ്പോൾ അന്നേരം പുസ്തകം എടുത്തതല്ലെന്നാണ് പറയുന്നത്. തലേ ദിവസം തന്നെ എടുത്ത് നിവർത്തി വെച്ചിരുന്നതാണ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം. കൃത്യം കർത്താവ് അത് വന്ന് വായിക്കുകയാണ്. കാരണം എന്താ, ഈ പുസ്തകം പോലും ശബത്ത് ദിവസം എടുക്കാൻ പാടില്ല. പിന്നെ ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരം കണക്കുണ്ട്. ആ വഴിദൂരത്തിന് ഒരു ചുവട് വെച്ചാൽ അവൻ പള്ളിഭ്രഷ്ടനാകും. മനസ്സിലായോ? ഇത്രയും വലിയ മതനിയമങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യർ മരിക്കുകയാണ്. ഈ രാത്രി ഞാൻ പറയാം, മതനിയമങ്ങൾ നിന്നെ കൊല്ലുമ്പോൾ ജീവിപ്പിക്കാൻ ഇന്ന് രാത്രി കർത്താവ് വന്നിട്ടുണ്ട്. മതനിയമങ്ങൾ മുഴുവനും നിന്നെ ഇഞ്ചിഞ്ചായി കൊല്ലുകയാണ്.
അതുകൊണ്ടാണ് രക്തസ്രവം ബാധിച്ച ഒരു സ്ത്രീ സമൂഹത്തിൽ ഇറങ്ങി വരാൻ പാടില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അവൾ ജീവൻ ശരീരത്തിൽ നിന്ന് ഇഞ്ചിഞ്ചായി പോകുമ്പോൾ അവൾ മരിക്കുകയല്ലേ. പക്ഷെ അവൾ വിചാരിച്ചു, ഇനി മതനിയമം വെച്ചുകൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല, എൻ്റെ ജീവന്റെ പ്രശ്നമാണ്, അതുകൊണ്ട് ഇന്ന് ഞാൻ അവനെ തൊടുമെന്ന് വിചാരിച്ചു. ഈ രാത്രി ഞാൻ പറയുക, അവ്യർത്ഥമായ മത നിയമങ്ങളിൽ കുടുങ്ങിക്കിടന്ന് നീ മരിക്കേണ്ട. ഇന്ന് രാത്രി ജീവൻ തരുന്ന കർത്താവ്, അല്ല നിത്യജീവൻ തരുന്ന കർത്താവ് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ആർക്കു വേണം ഈ നിത്യജീവൻ തരുന്ന കർത്താവിനെ? മതത്തിന്റെ നിയമങ്ങൾ പലരെയും കുടുക്കിയിട്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്ന നസ്രായൻ നിനക്ക് നിത്യജീവൻ തരുന്നവനാ. ആ നിത്യജീവൻ കിട്ടിയവരൊക്കെ കൈകൾ ഉയർത്തി എന്ന് സ്തോത്രം പറഞ്ഞ്, വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും ഹല്ലേലൂയ, നിത്യജീവൻ കിട്ടി. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടിട്ടടിയങ്ങൾ എങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടിട്ടടിയങ്ങൾ എങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ, നീയല്ല ശ്രദ്ധിക്കാം. നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു പാട്ടാണ് നിത്യജീവ മൊഴികൾ. ഇന്ന് രാത്രി നിങ്ങളെല്ലാം ഇവിടെ ഓടി വന്നത് ഇവിടെ വന്നയാളെ കാണാനല്ല, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുമൊഴികൾ എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി വന്നവരല്ലേ. ഇന്ന് രാത്രി നിങ്ങൾ ഓർക്ക്, യേശുക്രിസ്തു മതനിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നവർക്കെല്ലാം കിട്ടിയത് വെറും ജീവനല്ല, നിത്യജീവനാണ് കിട്ടിയത്. ഈ രാത്രി ഞാൻ നിങ്ങളോട് പറയാം, ഏതെങ്കിലും മതങ്ങൾ നിങ്ങളെ കുടുക്കിയിട്ടിട്ടുണ്ടെങ്കിൽ, ആചാരങ്ങളിൽ അധിഷ്ഠിതമായി ആചാരങ്ങളിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ, ഒരു ചോദ്യം ഇന്ന് രാത്രി ഞാൻ ഉന്നയിക്കുകയാണ്. ആ ആചാരങ്ങൾ മരണത്തിന് ശേഷം നിനക്ക് നിത്യജീവൻ തരുന്ന ആചാരമാണോ? അല്ലെങ്കിൽ ഇന്ന് രാത്രി അതിനെ പുറംപറമ്പിലേക്ക് എറിഞ്ഞു കളഞ്ഞിട്ട് ജീവന്റെ ദാതാവായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിന്നിലേക്ക് വരിക. ഈ രാത്രി നമ്മളൊക്കെ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത്, പാടുന്നത്, കൈയടിച്ച് ദൈവത്തിന് സ്തുതി കൊടുക്കുന്നത് യേശു നമുക്ക് മറ്റെന്തെങ്കിലും തന്നിട്ടല്ല, നമുക്ക് നിത്യജീവൻ തന്നതുകൊണ്ടാണ്. കൈകൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം പറയാമോ? വാ തുറന്ന് ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? നിത്യജീവൻ. ഹല്ലേലൂയ. അപ്പം 38 വർഷം കിടന്ന ഇവനെ കണ്ടിട്ട് കർത്താവ് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കാൻ പറഞ്ഞു. കിടക്കയെടുക്കാൻ പറഞ്ഞത് യേശുക്രിസ്തു അന്നത്തെ ആചാരങ്ങളെ, വ്യർത്ഥമായ മതത്തിൻ്റെ ആചാരങ്ങളെ എല്ലാം ലംഘിച്ചവനാണ്. നമ്മുടെ നസ്രായന യേശുക്രിസ്തുവിൻ്റെ സൗഖ്യങ്ങളെല്ലാം നിങ്ങൾ പരിശോധിച്ചാൽ ക്രിസ്തുവിൻ്റെ സൗഖ്യങ്ങളെല്ലാം തന്നെ ശബത്ത് ദിവസങ്ങളിലാണ്. എന്താണ് ശബത്തിൽ കർത്താവ് ചെയ്തതെന്നറിയാമോ? അന്നത്തെ യഹൂദ മത നേതൃത്വത്തെ പ്രകോപിപ്പിക്കുക, അവർ ചെയ്തതെല്ലാം തെറ്റാണെന്ന് കർത്താവ് സ്ഥാപിക്കുകയാണ് ചെയ്തത്. എന്താണ്? ഈ നിയമങ്ങൾ കൊണ്ടൊന്നും മനുഷ്യർക്ക് യാതൊരു പ്രയോജനവും ഇല്ലെന്ന് തെളിയിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ശബത്തിലൊരുത്തൻ ശബത്ത് ദിവസത്തെ വഴിദൂരം 1.5 കിലോമീറ്റർ ആണെങ്കിൽ അതിനപ്പുറത്തേക്ക് കാലുവെച്ചാൽ വലിയ ലംഘനമാണ്. ചരിത്രകാരന്മാർ പറയുന്നത്, അത് തയ്യൽക്കാരൻ അറിയാതെ തൻ്റെ സൂചി തൻ്റെ വസ്ത്രത്തിൽ കൊരുത്തുകൊണ്ട് പോയാൽ, ശബത്ത് ദിവസം കൊണ്ടുപോയാൽ, അതും ഭാരം ചുമക്കുന്നതിൻ്റെ ലിസ്റ്റിൽപ്പെടുത്തി അവനെ പള്ളിക്ക് പുറത്താക്കുമെന്ന്. അറിയാതെ ഒരു സൂചി അവൻ്റെ വസ്ത്രത്തിൽ കൊരുത്തുകൊണ്ട് ശബത്ത് ദിവസത്തിൽ പോയാൽ അതുപോലും എന്താണ്? ആചാരലംഘനമാണ് എന്ന് പറഞ്ഞ് അവനെ പള്ളിക്ക് പുറത്താക്കും. ഞാൻ യഹൂദാമതത്തിൻ്റെ കാര്യമാണ് പറയുന്നത്, യഹൂദാമതത്തിൻ്റെ കാര്യമാണ്. അത്തരം ദൂഷിച്ച ഒരു മതത്തിൻ്റെ ആചാരങ്ങളിൽ പെട്ട് ഒരുത്തൻ 38 വർഷമായിട്ട് കിടക്കുക. ഇവിടെ കർത്താവ് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയെടുക്കാൻ പറഞ്ഞു. കിടക്കയെടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇയാൾ ചാടി കിടക്കയെടുത്തു. ഈ കിടക്ക എടുത്തുകൊണ്ട് പോകുമ്പം മതത്തിൻ്റെ ആചാര സംരക്ഷകരെല്ലാം കൂടി ഓടി വന്നിട്ട് പറഞ്ഞു, ദേ ശബത്ത് ദിവസത്തിൽ ഒരുത്തൻ കിടക്കയെടുക്കുന്നത് വിഹിതമോ? ഇവനിവിടെ കിടക്കുന്നത് ഇവന് കുഴപ്പമല്ല, ഇവൻ കിടക്കയെടുക്കുന്നതാ പ്രശ്നം. ഈ കിടക്ക
ഈ കിടക്ക ഇങ്ങനെ അങ്ങ് കിടക്കട്ടെ എന്നാ, അതിനൊരു പ്രശ്നവുമില്ല. പക്ഷെ ഇവന് കിടക്ക എടുത്താലാ പ്രശ്നം. മനസ്സിലായോ? ഹല്ലേലൂയ. നമ്മൾ അങ്ങനെ കിടക്കുന്നതിൽ ഒരു മതത്തിനും ഒരു പ്രശ്നവുമില്ല. പക്ഷെ നീ കിടക്ക എടുത്തെന്ന് ചാടി എഴുന്നേറ്റ് നോക്ക്, സകല നേതാക്കന്മാർ ഓടി വരും. കിടക്ക എടുക്കുന്നത് വിഹിതമോ എന്ന് ചോദിക്കുകയാണ്. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. 38 വർഷം കിടന്നവൻ ഇന്നു വരെ ആ കുളക്കരയിൽ കുളത്തിലിറങ്ങാതെ ഒരു സൗഖ്യം നടന്നിട്ടില്ല. പക്ഷേ സകല പാരമ്പര്യങ്ങളെ തെറ്റിച്ചുകൊണ്ട് അന്ന് കുളത്തിലിറങ്ങാതെ ഒരു സൗഖ്യം ബെഥാസ്ദ കുളക്കരയിൽ നടന്നു. ഞാൻ ചോദിക്കട്ടെ, പാരമ്പര്യങ്ങളെ മുഴുവൻ തെറ്റിക്കുന്ന നസ്രായൻ ഇന്നിവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണോ ആ ക്രിസ്തുവിനെ? സകല പാരമ്പര്യങ്ങളെ തെറ്റിക്കുന്നു. നീ വിചാരിക്കുന്നു കുളത്തിലിറങ്ങിയെങ്കിൽ മാത്രമേ സൗഖ്യമുള്ളൂ എന്നല്ലേ? അല്ല പ്രിയപ്പെട്ടവരെ, 38 വർഷത്തിനിടയിൽ എൻ്റെ വിശ്വാസം ഒരുത്തൻ്റെ കുളക്കരയിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചു പോവുകയാണ്. നിങ്ങൾ ഇന്നു വരെ കണ്ട പാരമ്പര്യമല്ല. യേശുക്രിസ്തു വന്നാൽ ആ പാരമ്പര്യങ്ങളെ തിരുത്തിക്കൊണ്ട് അത്ഭുതം ചെയ്യാൻ അവൻ മതിയായ കർത്താവാണ്. സ്തോത്രം. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ക്രിസ്തു ആരുടെയൊക്കെ കെട്ടഴിച്ചു എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ 12 വർഷമോ 18 വർഷമോ 38 വർഷമോ ഒക്കെയായ ആളുകളുടെ കെട്ടഴിച്ചു വിട്ടതുകൊണ്ടാണ് മതനേതൃത്വം വിചാരിച്ചു ഇവനെ പിടിച്ചു കെട്ടുക. അതിനെന്താ അവർ ചെയ്തത്? അവനെ പിടിച്ചു കെട്ടാൻ വേണ്ടി ആളുകളെ അയക്കുക. നിങ്ങളൊരു കാര്യം ആത്മാവ് ഞാൻ ഇന്ന് രാത്രി വിളിച്ചു പറയാം. എവിടെയെങ്കിലും നിങ്ങളുടെ ശുശ്രൂഷയിൽ ചിലരുടെ കെട്ടഴിച്ചു വിടുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, പൈശാചിക ശക്തികൾ നിന്നെ പിടിച്ചു കെട്ടാൻ പദ്ധതികളുമായിട്ട് വരും. പക്ഷേ ആത്മാവ് ഇന്ന് രാത്രി പറയുന്നത്, നിന്റെ നാഴിക വന്നിട്ടില്ലെങ്കിൽ നിന്റെ മേൽ തൊടാൻ കഴിയുകയില്ല. എത്ര പേർക്ക് വിശ്വാസത്തോടെ ഇന്ന് രാത്രി സ്തോത്രം പറയാൻ കഴിയും? അനേക ആളുകളുടെ കെട്ടഴിച്ചു വിട്ട ആളുകൾ ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. അനേക ആളുകളുടെ കെട്ടഴിച്ചു വിട്ട അഭിഷിക്തർ ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. അനേക ആളുകൾ പ്രാർത്ഥനയാൽ കെട്ടഴിച്ചു വിട്ട ദൈവദാസിമാർ ഇവിടെ ഉണ്ട്. നീ ഒരു കാര്യം ഓർത്തുകൊള്ളണം, നിനക്കെതിരെ പിശാച് ഈ പടയൊരുക്കം നടത്തുന്നത് നീ ഏതെങ്കിലും തിന്മ ചെയ്തിട്ടല്ല. ഇപ്പൊ സത്യം മനസ്സിലായോ? നിന്റെ അഭിഷേകം കൊണ്ട് അനേകരുടെ കെട്ടഴിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ നിന്നെ പിടിച്ചു കെട്ടാൻ ചില അന്ധകാര ശക്തികൾ പടയൊരുക്കം നടത്തും. പക്ഷേ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാണ്, നിനക്ക് ഒരു നാഴിക വന്നിട്ടില്ലെങ്കിൽ നിന്റെ മേൽ തൊടാൻ കഴിയുകയില്ല. വിശ്വാസമുള്ളവർ ഇന്ന് രാത്രി കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്ക്. ചിലരോടൊക്കെയുള്ള ദൈവത്തിന്റെ ദൂതാണ് എന്ന് രാത്രി വിളിച്ചു പറയുന്നത്. എത്രയോ സമയം നിന്നെ പിടിച്ചു കെട്ടാൻ, നിന്നെ ഒതുക്കാൻ, നിന്നെ ഇല്ലായ്മ ചെയ്യാൻ പൈശാചിക ശക്തികൾ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. പക്ഷെ ഇന്ന് രാത്രി നീ കരമടിച്ച് ആത്മാവിൽ ആരാധിക്കുന്നതിന്റെ കാര്യം, ഹല്ലേലൂയ, നിന്നെ തൊടണമെങ്കിൽ അതിന് നാഴികയുണ്ട്. അത് വരാത്തിടത്തോളം കാലം നിന്നെ തൊടാൻ കഴിയില്ല. ഹല്ലേലൂയ. പിടിച്ചു കെട്ടാൻ വന്ന സകല ശക്തികളെയും തകർക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി നമ്മുടെ മധ്യ വന്നിട്ടുണ്ട്. അഭിഷേകമുള്ള ദൈവമക്കളൊന്ന് ആത്മാവിൽ സ്തോത്രം ചെയ്തു. ചിലരോടുള്ള ദൂതാണ് ഇന്ന് രാത്രി പറയുന്നത്. ഞാൻ നാളുകൾക്ക് ശേഷമാണ് ഈ ദൂത് ഇന്ന് രാത്രി ഇവിടെ സംസാരിക്കുന്നത്. ആത്മാവ് അതിശക്തമായി നമ്മോട് പറയുക, നിന്റെ മേലുള്ള അഭിഷേകം കൊണ്ട് നീ പലരെ അഴിച്ചു വിടുമ്പോൾ, നിന്നെ പിടിച്ചു കെട്ടാൻ, നിന്റെ ജീവിതത്തെ ഒതുക്കാൻ, നിന്നെ ഇല്ലായ്മ ചെയ്യാൻ ശത്രു ഒരുങ്ങുമ്പോൾ ഇന്ന് രാത്രി വിശ്വസിച്ചോ, അവന്റെ നാഴിക വരാത്തതിനാൽ ആർക്കും അവന്റെ മേൽ കൈവെക്കാൻ പറ്റിയില്ല. എന്താണ് നാഴിക? നാഴിക എന്ന് പറഞ്ഞാൽ എന്താണ്? നാഴിക എന്നതിൻ്റെ അത് ദൈവശാസ്ത്രപരമായ വ്യാഖ്യാനം ദൈവത്തിൻ്റെ പരമാധികാര ഹിതത്തിലെ സമയം എന്നാണ് നാഴിക. സൺഡേ സ്കൂളിന് പോകാൻ പറഞ്ഞ ഒരു മകൻ അമ്മയോട് പറഞ്ഞെന്നാണ് പറയുന്നത്, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. അതല്ല നാഴിക, ദൈവത്തിൻ്റെ പരമാധികാര ഹിതത്തിലെ സമയം. ദൈവത്തിൻ്റെ പരമാധികാര ഹിതത്തിൽ ദൈവം കുറിച്ചു വച്ചിട്ടുള്ള ഒരു സമയമുണ്ട്. ആ സമയത്തിന് മുമ്പേ ദൈവത്തിന് അതേ ഒരു ശക്തിക്ക് നിന്നെ തൊടാൻ കഴിയില്ല. അങ്ങനൊരു സമയമുണ്ടോ? ഉണ്ടല്ലോ. പിശാചിനെ ബന്ധിക്കുന്നതിന് വരെ പുസ്തകത്തിൽ സമയമുണ്ട്. അതുകൊണ്ടാണ് യേശുക്രിസ്തു ചെന്നപ്പോൾ ആ ഭൂതങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയാമോ? സമയത്തിനു മുമ്പേ
ദണ്ഡിപ്പിക്കുക. കാരണം അവനറിയാം ദണ്ഡനത്തിനൊരു സമയം വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ദണ്ഡനം അതിന് മുമ്പുള്ള ദണ്ഡനമാണ്. സകല പൈശാചിക ശക്തിക്കും അറിയാം അവൻ ഒരിക്കൽ ദണ്ഡനത്തിൻ്റെ തീപ്പൊയ്കയിലേക്ക് വീഴും. ഇന്ന് രാത്രി ദേശത്തെ അടക്കി വാഴുന്ന അന്ധകാര ശക്തികളോട് യേശുക്രിസ്തുവിൻ്റെ വചനത്തെ ഉദ്ധരിച്ച് പറയുന്നു, ഇപ്പോൾ നീ സ്വൈര്യവിഹാരം നടത്തിയാലും, നീ അനേകരെ പിടിച്ചുകെട്ടാൻ പരിപാടികളും പദ്ധതികളും ഇട്ടാലും, ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിന്നെ ദണ്ഡിപ്പിക്കാൻ പിടിച്ചുകെട്ടുന്ന, നിന്നെ ദണ്ഡിപ്പിക്കുന്ന ഒരു സമയം പുസ്തകത്തിലുണ്ട്. ഞാൻ പുസ്തകം പഠിച്ചു നോക്കിയപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യം, പിശാച് നിരീശ്വരവാദിയല്ല, പിശാച് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പം മനുഷ്യൻ എത്ര കഷ്ടമാണെന്ന് ഓർക്കണം. മനുഷ്യരെല്ലാം നിരീശ്വരനാണ്, സാത്താൻ നിരീശ്വരനല്ല. കാരണം സാത്താനെക്കുറിച്ച് പറയുന്നത് അവൻ ഇവിടെ വന്നിരുന്നു വചനം കേൾക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. നമ്മൾ ചെയ്യാത്ത ഒരു കാര്യം കൂടെ പുള്ളി ചെയ്യും, വിറയ്ക്കും. വിറച്ചുകൊണ്ടാണെങ്കിലും ഇവിടെ എന്ത് ചെയ്യും? ഇരിക്കും. ഒരാളോട് ഉപവസിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, എനിക്ക് ഒരു നേരം കഴിച്ചില്ലെങ്കിൽ ഒരു ചെറിയ വിറയിൽ. ഞാൻ പറഞ്ഞു, ആ വിറയിൽ ഞങ്ങൾക്കെല്ലാം ഉണ്ട്. സാത്താൻ വിറയ്ക്കും, അത് നിരീശനല്ല. യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് പുള്ളി വിശ്വസിക്കുന്നുണ്ട്. അപ്പം ഈ ചെകുത്താനേക്കാൾ കഷ്ടം ആരാണെന്ന് നിങ്ങൾ പറ. നിരീശ്വരനാണെന്നും പറഞ്ഞ് നടക്കുക. ഇവനെ ഈ നിരീശ്വരവാദം പഠിപ്പിക്കുന്ന സാത്താൻ നിരീശ്വരനല്ല, അവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം വചനം കേൾക്കാൻ ഇവിടെ വന്നിട്ടുണ്ട്. നോട്ടീസ് കണ്ടിട്ട് പല മനുഷ്യരും ഇവിടെ വന്നിട്ടില്ല. പക്ഷേ ഈ ദേശത്ത് അടക്കി വാടുന്ന സകല അന്ധകാര ശക്തിയും വചനപ്രകാരം ഇന്നിവിടെ വന്നിട്ടുണ്ട്. ഈ ഒഴിഞ്ഞ കസേരയിലെല്ലാം ഇരിപ്പുണ്ട്. ഉറങ്ങുന്ന അമ്മാമ്മയും അച്ചായനും ഒക്കെ ഓർത്തോണം, തൊട്ടടുത്ത് പിശാചിരുന്ന് വചനം കേൾക്കുന്നുണ്ട്. വിറച്ചുകൊണ്ടിരിക്കുക അവിടെ. മനസ്സിലായോ? വചനമായി പറയുന്ന ഈ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക. അവൻ പറഞ്ഞു, യേശുവേ ദാവീദ് പുത്ര, ദൈവപുത്രൻ എന്ന് അവൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി നിരീശ്വരവാദികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെകുത്താൻ്റെ മുമ്പിൽ നാണം കിടണം. കാരണം ചെകുത്താൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും ചെയ്യുന്നു. ചെകുത്താന് ന്യായവിധി ഉണ്ടെന്നറിയാം. ചെകുത്താനെ സാത്താനെ ഒടുവിൽ അതേ പിടിച്ചുകെട്ടി ബന്ധനത്തിൽ ഇടുമെന്നവനറിയാം. ഇതൊന്നും അറിയാത്ത മനുഷ്യർ ചിലർ ഇന്ന് രാത്രി ഇവിടെ വന്നിരിപ്പുണ്ട്. അപ്പം നമ്മൾ ഒന്നോർക്കണം, ഈ സാത്താനെ നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഒരു ഓർത്തോണം, നമ്മളെക്കാൾ പല കാര്യത്തിൽ പുള്ളി ഈ മുമ്പിലാണ്. കാരണം വചനം കേൾക്കാൻ നോട്ടീസ് കണ്ടാൽ അന്നാരെ പുള്ളി അവിടെ വരും. പുസ്തകം അങ്ങനെ പറയുന്നു. അല്ലെന്ന് പറയാൻ തൻ്റെ ഇടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ യോഗം കഴിഞ്ഞ് എന്നെ കണ്ടാൽ മതി, ബൈബിള് വെച്ച് പറയണം. സാത്താൻ ഇതൊക്കെ ചെയ്യുന്നു. ആ ദുഷ്ടപിശാചിൻ്റെ ശക്തികളെ ഇന്ന് രാത്രിയിൽ തകർത്തെറിയുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി ഈ പന്തലിൽ വ്യാപരിക്കുന്നുണ്ട്. ദൈവമക്കളെ, നമുക്ക് വേണ്ടി ഈ പന്തലിൽ വ്യാപരിക്കുന്നുണ്ട്. അപ്പം നാഴിക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരമാധികാരഹിതത്തിലെ സമയമാണ്. ദൈവത്തിന് അങ്ങനെ സമയമുണ്ടോ? ഉണ്ട്. ദൈവത്തിൻ്റെ പരമാധികാരഹിതത്തിലെ ചില സമയങ്ങളുണ്ട്. ഞാൻ പറയാറുണ്ട്, നമ്മൾ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുമ്പോൾ നമ്മളെ കൊല്ലാൻ ഏത് പദ്ധതികൾ ഉപയോഗിച്ചാലും നമ്മുടെ അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ആയുസ് കുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്കെതിരെ ഏതെല്ലാം പടയൊരുക്കങ്ങൾ നടത്തിയാലും അത് തൊടാൻ കഴിയുകയില്ല. ദൈവം അനുവദിക്കാതെ നമ്മെ തൊടാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇയ്യോബിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, ഇയ്യോബിനെ ചുറ്റും വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുകയാണ്. വേലിക്കകത്താണ് ഇയ്യോബ്, വേലിക്കകത്താണ് ഇയ്യോബ്. ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന ഞാനും നിങ്ങളും അറിയണം, നമുക്ക് കാണാൻ കഴിയാത്ത അദൃശ്യമായ ഒരു സുരക്ഷാ കവചം സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തന്നിട്ടുള്ളത് കൊണ്ടാണ് ഇന്ന് രാത്രി ഇത്ര ആശ്വാസത്തോടെ ഇവിടെ നിൽക്കാൻ കഴിയുന്നത്. ഏറ്റവും അത്യന്താധുനികമായ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഇസ്രായേലിൻ്റെ ഗതി നിങ്ങൾക്കറിയാമല്ലോ. എത്ര അവരുടെ വലിയ അയൺ ഡോമിനേക്കാൾ
അടിച്ച് തകർത്തുകൊണ്ട് ആ സുരക്ഷാ കവചം ഭേദിച്ചുകൊണ്ട് ആയുധങ്ങൾ ഇസ്രായേലിൽ വധിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. എന്നാൽ ഇന്ന് രാത്രി നിങ്ങളൊരു കാര്യം ഓർത്തുകൊള്ളണം. ശത്രു ഏത് വലിയ ആയുധം ഉപയോഗിച്ചാലും നിനക്കും എനിക്കും ദൈവം കെട്ടിയിരിക്കുന്ന സുരക്ഷാ കവചത്തെ ഭേദിക്കാൻ ദൈവം അനുവദിക്കാതെ ഒരു പിശാചിനും തൊടാൻ കഴിയില്ല. വിശ്വാസമുണ്ടോ? ഇന്ന് രാത്രിയിൽ ദൈവം അനുവദിക്കാതെ ഒരു രോഗശക്തിക്കും നിന്നെ തൊടാൻ കഴിയുകയില്ല. ദൈവം അനുവദിക്കാതെ ഒരു ശക്തിയും തൊടുകയില്ല. അതുകൊണ്ടാണ് മരണകരമായ രോഗങ്ങൾ വന്നിട്ടും ഇന്ന് രാത്രി തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം കൃപ നൽകുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിനക്ക് വന്നതിനേക്കാൾ അത് ചെറിയ ഒരു അംശം രോഗം വന്നവർ ഇന്ന് ഈ ഭൂമുഖത്തില്ല. പക്ഷെ നീ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം ദൈവത്തിന്റെ സുരക്ഷാ കവചം ഭേദിക്കാൻ അവന്റെ സമയമുണ്ട്. ആ സമയത്തല്ലാതെ ഇത് കഴിയില്ല. അപ്പം കർത്താവിനെ പിടിക്കാൻ വന്നവർക്ക് പിടിക്കാൻ പറ്റിയില്ല. അധികാരപത്രവും കൊണ്ടാണ് വരുന്നത്. ഈ അധികാരപത്രത്തിൻ്റെ വില അറിയണമെങ്കിൽ ഈ അധികാരപത്രത്തിൻ്റെ വില നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇതൊരു മനുഷ്യനെ പിടിക്കാൻ മാത്രമല്ല, പിടിച്ചു കെട്ടാൻ മാത്രമല്ല, അവനെ വധിക്കാൻ, അവനെ കൊല്ലാൻ വേണ്ട അധികാരമുണ്ട്. യഹൂദ മതനേതാക്കന്മാരുടെ അധികാരപത്രം. തെളിവെന്താ? ന്യായപ്രമാണം പഠിച്ച അത് ശൗൽ എന്ന് പറയുന്ന ഒരു മതാന്ധൻ, ഒരു മതഭ്രാന്തൻ. മതാന്ധന്മാരും മതഭ്രാന്തന്മാരും അന്നുമുണ്ട്, ഇന്നുമുണ്ട്. ഇന്നുമുണ്ട്, അന്നുമുണ്ട്. വിശുദ്ധ ബൈബിളിലെ ഒരു മതഭ്രാന്തന്റെ പേരാണ് ശൗൽ. അപ്പൊ ഇന്ന് ആരും അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞു, വിശുദ്ധ വേദപുസ്തകത്തിലും മതഭ്രാന്തനുണ്ട്, ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഏത് മതഭ്രാന്ത്? യഹൂദ ന്യായപ്രമാണം ഗമാലിയേലിന്റെ പാദത്തിലിരുന്ന് പഠിച്ച ന്യായപ്രമാണ പണ്ഡിതൻ. അവൻ പഠിച്ച് 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 വലിയ അത് പണ്ഡിത പട്ടമൊക്കെ കിട്ടി ഇറങ്ങിയപ്പോൾ അയാൾ എന്താ ചെയ്തെന്നറിയോ? യഹൂദ മതനേതാക്കന്മാർ, അന്നത്തെ പുരോഹിതന്മാർ അവനൊരു അധികാരപത്രം കൊടുത്തു. എന്താ? ഈ മാർഗക്കാരായ, അതായത് യേശുക്രിസ്തുവിൻ്റെ മാർഗക്കാരായ ആളുകളെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാൻ ഒരു അധികാരപത്രം. അപ്പൊ അധികാരപത്രത്തിന് വിലയുണ്ടോ? മതനേതാക്കന്മാരുടെ അധികാരപത്രത്തിനൊക്കെ വിലയുണ്ട്. ഇന്നുമുണ്ട്, അന്നുമുണ്ട്. ബൈബിളിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ യഹൂദ മതമേലധ്യക്ഷന്മാരുടെ അധികാരപത്രവും വാങ്ങിക്കൊണ്ട് ഒരാൾ ദമസ്കോസിലേക്ക് പോവുകയാണ്. എന്തിന്? ഈ ക്രൈസ്തവര മാർഗത്തിലുള്ള ആളുകളെ പിടിച്ചുകെട്ടാൻ. ഞാൻ ബൈബിളിലുള്ള കാര്യമാണ് പറയുന്നത്. അങ്ങനെ പിടിച്ചുകെട്ടാൻ പോകുമ്പോൾ അവൻ ബെന്യാമീൻ ഗോത്രത്തിലെ ആളായിരുന്നു. ബെന്യാമീൻ ഗോത്രത്തിന്റെ അതേ പ്രത്യേകത, അവർ കടിച്ചു കീറുന്ന ചെന്നായാൻ. കടിച്ചു കീറുന്ന ചെന്നായെ പോലെയുള്ള ശൗൽ ഈ മാർഗക്കാരായിട്ടുള്ള ആളുകളെ പിടിച്ചുകെട്ടാൻ വേണ്ടി അതേ ദമസ്കോസിലേക്ക് എത്തുമ്പോൾ യഹൂദ ഗോത്രത്തിന്റെ സിംഹമെന്നറിയപ്പെടുന്ന നമ്മുടെ നസ്രയനായ യേശുക്രിസ്തു അവന്റെ മുൻപിൽ പ്രത്യക്ഷനാകുകയാ. ഇന്ന് രാത്രി കടിച്ചു കീറുന്ന ചെന്നായ്ക്കളോട് ഞാൻ വിളിച്ചു പറയുന്നു, ഈ രാത്രി യഹൂദ ഗോത്രത്തിന്റെ സിംഹം അവൻ നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ നിനക്ക് പിന്നെ ചലിക്കാൻ കഴിയുകയില്ല. ഇന്ന് രാത്രി നമ്മെ പല ആളുകൾക്കും ഒരു കാര്യം അറിയാം, പിടിച്ചു കെട്ടാൻ പോയ നമ്മള്, പിടിച്ചു കെട്ടിയ നസ്രായൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ഒന്ന് കൈ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറ. ഈ ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയുക, എന്ത്? കടിച്ചു കീറുന്ന ചെന്നായ്ക്കളെ പിടിച്ചു കെട്ടാൻ ശേഷിയുള്ള ഒരുവനാണ് നസ്രയനായ യേശു. അവനെക്കുറിച്ച് പറയുകയാണ്, അവൻ യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവനാണ്. ഇന്ന് രാത്രി ഇന്ത്യ മഹാരാജ്യത്ത് ഈ മാർഗക്കാരായ ആളുകളെ പിടിച്ചു കെട്ടുന്ന, കടിച്ചു കീറുന്ന ചെന്നായ്ക്കളെ പോലെയുള്ള ആളുകളോട് ഞാൻ പറയാം, ഈ രാജ്യത്തെ യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവൻ ഇറങ്ങുക തന്നെ ചെയ്യും. വിശ്വാസമുണ്ടെങ്കിൽ സ്തോത്രം പറഞ്ഞു. അനേക ചെന്നായ്ക്കളെ പിടിച്ചു കെട്ടിയവനാണ് നസ്രായനായ യേശുക്രിസ്തു. അപ്പൊ അധികാരപത്രത്തിന് അത്രയും വിലയുണ്ട്. ഇത്രയും വിലയുള്ള പൗലോസ്, ശൗൽ ഈ അധികാരപത്രവും കൊണ്ട് വന്നപ്പോൾ അവൻ പ്രത്യക്ഷപ്പെട്ടു. അവൻ്റെ കാഴ്ച പോവുകയാണ് ചെയ്തത്. യേശുക്രിസ്തുവിനെ ശരിയായിട്ട് കണ്ടപ്പോൾ അവൻ്റെ കാഴ്ച പോയി. 3 ദിവസം അവൻ കാഴ്ചയില്ലാതെ ഇരിക്കുകയാണ്. ഞാൻ പറയുന്നത് ലെൻസ് മാറി വെച്ചെന്നാണ് പറയുന്നത്. ചെന്ന് ഈ അനന്യാസ് അദ്ദേഹത്തിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ ഒന്ന്
ഇളകി മാറി, പുതിയ ലെൻസ്. അതുകൊണ്ടാണ് ഈ യേശുക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അയാൾ പറയുകയാണ്, എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കലേക്ക് പോകാതെ നേരെ ഞാൻ അറേബ്യയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ജഡരക്തങ്ങളോട് പിന്നെ ആലോചനയില്ല. ശരിക്കും യേശുക്രിസ്തുവിനെ കാണേണ്ടതുപോലെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ജഡരക്തങ്ങളുടെ ആലോചനയല്ല, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആലോചനയാണ് സ്വീകരിക്കുന്നത്. അവൻ പിന്നെ മനുഷ്യരോട് ആലോചന ചോദിച്ചില്ല എന്നാണ് കാണുന്നത്. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, നമ്മുടെ ഏത് പ്രശ്നങ്ങളുടെ നടുവിൽ നമുക്ക് ഓടി ചെല്ലാൻ ആലോചന ചോദിക്കാൻ ഒരു ഇടമുണ്ട്. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുസന്നിധിയാണ്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. ഞാൻ പറഞ്ഞത്, ഇങ്ങനെ പിടിച്ചു കെട്ടാൻ വന്നവർക്ക് യേശുവിനെ തൊടാൻ കഴിഞ്ഞില്ല. കാരണം എന്തേ? അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു, അവൻ്റെ നാഴിക വന്നിട്ടില്ല. വിശ്വാസികളായി ദൈവമക്കൾ ഇന്ന് രാത്രി അറിയണം, രോഗത്തിൻ്റെ ശക്തിയോ പൈശാചിക ശക്തിയോ മരണത്തിൻ്റെ ശക്തിയോ നിന്നെ പിന്തുടർന്നാലും നിന്നെ തൊടുകയില്ലെന്ന് പറയാൻ കാരണം, ദൈവം അനുവദിച്ച സമയം വരെ തൊടാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി ദൈവം അനുവദിച്ച സമയം തീർന്നെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ പറന്നു പോകും. അതുകൊണ്ട് അധൈര്യപ്പെടാതെ ഇന്ന് രാത്രി സ്തോത്രം പറഞ്ഞു ഭയപ്പെട്ടിരിക്കുന്ന ചില ആളുകളോട് ഈ രാത്രി ദൈവാത്മാവ് പറയാ, ഇന്ന് രാത്രി നിന്റെ ഭയം മാറട്ടെ. നിന്നെ തൊടാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ദൈവം കുറിച്ചു വെച്ച സമയത്തല്ലാതെ തൊടാൻ പറ്റത്തില്ല. എന്നാൽ 18-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ഏത് യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, നമ്മുടെ നസ്രയനായ യേശുക്രിസ്തു പതിവ് പോലെ പ്രാർത്ഥിക്കാനായിട്ട് ഗത്സമന തോട്ടത്തിലേക്ക് പോകുകയാണ്. അങ്ങനെ യേശുക്രിസ്തു പതിവായി പ്രാർത്ഥിക്കാൻ പോകുന്ന ഗത്സമന തോട്ടത്തിലേക്ക് അവൻ രാത്രിയിൽ പ്രാർത്ഥിക്കാൻ എത്തുമ്പോൾ എന്താ, യൂദയുടെ നേതൃത്വത്തിൽ അന്നത്തെ റോമൻ പടയാളികളും ചേവകരും മൂപ്പന്മാരും എല്ലാം കൂടെ യേശുക്രിസ്തുവിനെ പിടിച്ചു കെട്ടാൻ അടുത്ത ശ്രമം നടത്തുകയാണ്. അവർ എവിടേക്ക് കയറി ചെല്ലുന്നു? യേശുക്രിസ്തു പ്രാർത്ഥിക്കാൻ പോയ ഗത്സമന തോട്ടത്തിലേക്ക് പടയാളികൾ ചേവകർ യൂദയുടെ നേതൃത്വത്തിൽ കടന്നു ചെല്ലുകയാണ്. യൂദ, നമുക്കറിയാം, യൂദ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ദ്രവ്യാഗ്രഹിയായിരുന്ന ആളായിരുന്നു. ഈ യൂദ പണസഞ്ചിയിൽ നിന്ന് പണം എടുക്കുമായിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ദ്രവ്യാഗ്രഹിയായ യൂദ, ദ്രവ്യാഗ്രഹിയായ യൂദയെ പിടിക്കാൻ പിശാച് ഒരുക്കിയ കെണി എന്ത് എന്ന് ചോദിച്ചാൽ 30 വെള്ളി നാണയത്തിന് യേശുക്രിസ്തുവിനെ ഒറ്റിക്കെടുക്കാൻ വേണ്ടിയുള്ള പദ്ധതി യൂദയുടെ മുമ്പിൽ എത്തുകയും യൂദ ആ പദ്ധതിയിൽ കുടുങ്ങിപ്പോകുകയും ചെയ്യുകയാണ്. സകല ദ്രവ്യാഗ്രഹികൾ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്, ദ്രവ്യാഗ്രഹിയെ എല്ലാം കൊടുക്കാൻ വേണ്ടി പിശാച് വെക്കുന്ന കെണിയിൽ സകല ദ്രവ്യാഗ്രഹിയും വീണു പോകും. ഒരു ദ്രവ്യാഗ്രഹി ഇതുവരെ രക്ഷപ്പെട്ട ചരിത്രം പുസ്തകത്തിലില്ല. മറ്റു പല പാതകങ്ങളും ചെയ്തവർ രക്ഷപ്പെട്ടു വന്നിട്ടുണ്ട്, പക്ഷെ ദ്രവ്യാഗ്രഹികളൊന്നും രക്ഷപ്പെട്ടിട്ടില്ല. ദ്രവ്യാഗ്രഹികൾക്ക് പിശാച് വെക്കുന്ന കെണിയിൽ അവർ കുടുങ്ങും, അവർ രക്ഷപ്പെടാതെ പോകുകയും ചെയ്യും. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നു, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിൻ്റെയും മൂല കാരണമാണ്. അതുകൊണ്ട് ദ്രവ്യാഗ്രഹം വിട്ടൊഴിയുക. ദൈവം നമുക്ക് വേണ്ടതെല്ലാം സമയത്തു തരാൻ മതിയായ ദൈവമാണ്. അതങ്ങനെ ഞാൻ വിടുകയാണ്. ഈ യൂദയുടെ നേതൃത്വത്തിൽ വാളും വടിയും ദൈവട്ട് പന്തങ്ങളുമായി യേശുക്രിസ്തു പ്രാർത്ഥനാനിരതനായിരിക്കുന്ന ഈ ഗത്സമന തോട്ടത്തിലേക്ക് കയറി ചെല്ലുകയാണ്. അങ്ങനെ കയറി ചെല്ലുമ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കണം, നസ്രയനായ യേശുക്രിസ്തു അവിടേക്ക് ഇറങ്ങി വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരെ തിരയുന്നു? എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള എൻ്റെ ഒരു അഭിമാനം, ഒരു സന്തോഷമെന്ന് പറയുന്നത് വാളും വടിയും ദൈവട്ടി പന്തങ്ങളുമായിട്ട് പിടിച്ചു കെട്ടാൻ ചെന്ന ആ കാപാലികരുടെ നടുവിൽ നസ്രയനായ യേശുക്രിസ്തു പരിഭ്രമിച്ചില്ല. യേശുക്രിസ്തു പതറിപ്പോയിട്ടില്ല. അവൻ വാളും വടിയുമായി നിൽക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് ചെയ്യുന്നത്. നിർദോഷിയായ പാപമില്ലാത്ത നസ്രയനായ യേശുക്രിസ്തുവിനെ പിടിച്ചു കെട്ടാൻ വേണ്ടി ആ യൂദയുടെ നേതൃത്വത്തിൽ ഈ ഒരു സംഘം, സായുധ സംഘം ഗത്സമന തോട്ടത്തിൽ പ്രാർത്ഥനായിടത്തേക്ക്
ചെല്ലുകയാണ്. ഇന്ന് രാത്രി ഞാൻ ഒരു ദുഃഖകരമായ സത്യം പറയാം. ഇന്ത്യ മഹാരാജ്യത്ത്, ഈ മതേതര ജനാധിപത്യ രാഷ്ട്രത്തിൽ, ഇന്ത്യയുടെ വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എന്തിന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഇടത്തേക്ക്, അത് നിരുപദ്രവകാരികളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അതേ പ്രാർത്ഥനാലയങ്ങളിലേക്ക്, അതേ നിഷ്കാരുണം, അതേ ആയുധങ്ങളുമായി കയറി ചെന്ന് സ്ത്രീകളെയും കുട്ടികളെയും അടക്കം അതേ വാരി അലക്കി അടിച്ച് ഉപദ്രവിച്ച് ആക്രമിക്കുന്നതിൻ്റെ എത്രയോ അതേ വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത്, യേശുക്രിസ്തുവിന്റെ മാർഗത്തെ വാളുകൊണ്ട് അടിച്ചു തകർക്കാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അത് സാധിക്കുകയില്ല. അത് മരണത്തിനു മുമ്പിൽ, അടിയുടെ മുമ്പിൽ, അത് തോക്കിന്റെ മുമ്പിൽ, നിറതോക്കുകളുടെ മുമ്പിൽ, വാളുകളുടെ മുമ്പിൽ, കുറുവടികളുടെ മുമ്പിൽ തകരാത്ത ഒരു മാർഗമാണ് നസ്രായനായ യേശുക്രിസ്തുവിന്റെ മാർഗം. ഇന്ന് രാത്രി ഞാൻ പറയാം, അതേ യേശുക്രിസ്തുവിന്റെ മാർഗത്തെ കുറിച്ച് ചരിത്രം പഠിക്കുമ്പോൾ എന്താ നമ്മൾ കാണുന്നത്? 1, 2, 3 നൂറ്റാണ്ടുകൾ അത് ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ അതേ സംഭവങ്ങളിലൂടെ സഭ കടന്നുപോയ കാലഘട്ടമാണ് 1, 2 നൂറ്റാണ്ടുകൾ. നീറോ മുതൽ ഡയോക്ലീഷ്യൻ വരെ അധികാരത്തിന്റെ ഖഡ്ഗം ഉപയോഗിച്ച് ഈ സഭയുടെ കഴുത്തെരിഞ്ഞു കളയാനുള്ള പരിശ്രമം ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്. നമുക്കറിയാം, കോടിക്കണക്കിന് രക്തസാക്ഷികളുടെ രക്തം വീണ് കുതിർന്ന മണ്ണിൽ നിന്നാണ് ക്രൈസ്തവ സഭ ഉയർകൊണ്ടത്. അതുകൊണ്ട് ഈ രാത്രി ഞാൻ വിളിച്ചു പറയാം, ക്രൈസ്തവ സഭ നീന്തിക്കടന്നത് അത് ചോരപ്പുഴയല്ല, രക്തസാഗരങ്ങൾ നീന്തിക്കടന്ന സമരാഭമായ ഒരു ചരിത്രമുള്ളത് ക്രൈസ്തവ സഭയ്ക്കാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അത് ചോരപ്പുഴ നീന്തിക്കടന്ന, രക്തസാഗരങ്ങൾ നീന്തിക്കടന്ന സമരാഭമായ ഒരു ചരിത്രമാണ് സഭയ്ക്കുള്ളത്. അതുകൊണ്ട് സഭയെ തല്ലിത്തോപ്പിക്കാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമേ അല്ല. ഹല്ലേലൂയ. ഇന്ത്യ മഹാരാജ്യത്ത് എത്രയോ വലിയ ഭീകരമായ മതഭീകരത ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഈ ചെറിയ കൂട്ടം ആളുകളോട് ഞാൻ പറയാം, ജീവൻ കൊടുത്ത് കർത്താവിന് വേണ്ടി നിൽക്കാൻ കഴിയുന്ന കോടിക്കണക്കിന് മനുഷ്യർ ഈ രാജ്യത്തുണ്ട്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഇന്ന് രാത്രി കൈകൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന് സ്തോത്രം പറ. നമ്മുടെ നസ്രയനായ യേശുക്രിസ്തുവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ, ഹല്ലേലൂയ, കോടിക്കണക്കിന് മനുഷ്യരുള്ള രാജ്യമാണിത്. അതുപോലെയാണ് യേശുക്രിസ്തുവിനെ പിടിച്ചു കെട്ടാൻ വാളും വടിയും ദൈവട്ടിപ്പന്തങ്ങളുമായി പ്രാർത്ഥനയുടെ സഹായത്തേക്ക് ആയുധധാരികൾ വരികയാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പ്രാർത്ഥനാലയങ്ങളിൽ എന്തെങ്കിലും ആയുധങ്ങളുണ്ടോ? നമ്മൾ നിരായുധരല്ലേ? ഇവിടെ ഇപ്പോൾ ഇരിക്കുമ്പോൾ നമ്മൾ ആയുധധാരികളാണോ? നിരായുധരല്ലേ? ഇവിടേക്ക് ആയുധ സംഘം കടന്നു വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. അതുപോലെ ഗത്സമന തോട്ടത്തിൽ പ്രാർത്ഥനാ നിരതനായി നമ്മുടെ നസ്രയനായ യേശുക്രിസ്തു ഇരിക്കുമ്പോൾ ദ്രവ്യാഗ്രഹിയ ആയ യൂദയുടെ നേതൃത്വത്തിൽ അതെ പട്ടാളം, ചേവകർ, അവിടെ ചേവകർ മാത്രമാണ് ഇവിടെ പട്ടാളം. അപ്പൊ ഇതിനെക്കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ എന്താണ് ഇവിടെ പട്ടാളം കൂടെ വരാൻ കാരണം? ആദ്യം പിടിക്കാൻ ചെല്ലുമ്പോൾ ചേവകർ മാത്രമാണ്. പക്ഷെ യെരൂശലേം അതെ ഗത്സമന തോട്ടത്തിലേക്ക് പിടിക്കാൻ വരുമ്പോൾ പട്ടാളമുണ്ട്. ഇത് പെസഹ പെരുന്നാളിന്റെ സമയമാണ്. പെസഹ പെരുന്നാളിന്റെ സമയം ഈ ആഴ്ചയിലെങ്ങാണ്ടല്ലേ? നാളെയാണ്. നാളെ പെസഹ. യേശുക്രിസ്തുവിനെ പിടിച്ചു കെട്ടാൻ ചെല്ലുന്നത് പെസഹയുടെ സമയത്താണ്. ആ പെസഹയുടെ സമയത്ത് എന്താ? യെരൂശലേമിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് യഹൂദന്മാർ പെരുന്നാൾ ആഘോഷിക്കാൻ യെരൂശലേമിൽ വരും. അപ്പോൾ യെരൂശലേമിൽ വരുമ്പോൾ യെരൂശലേം പട്ടണം മുഴുവൻ അത് ജനനിബിഡമാകും. അവിടുത്തെ അത് ജനനിബിഡമായ ആ സാഹചര്യത്തെ അവിടുത്തെ അതേ ക്രമസമാധാന പാലനത്തിനു വേണ്ടി അന്ന് പട്ടാളത്തെ, റോമൻ പട്ടാളത്തെ ഉപയോഗിക്കും. ഇപ്പോൾ യേശുക്രിസ്തു ഗത്സമനയിൽ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾ 18-ാം അധ്യായത്തിൽ വായിച്ചു നോക്കിയാൽ ചേവകന്മാർ മാത്രമല്ല, ഇവിടെ പട്ടാളവുമുണ്ട്. ഇതേ സംബന്ധിച്ച് പഠനം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതാണ്ട് 200ഓളം റോമൻ പട്ടാളക്കാർ കൂടെ യൂദയുടെയും മതപുരോഹിതന്മാരുടെയും നേതൃത്വത്തിൽ അത് ചേവകന്മാരോടൊപ്പം 200ഓളം പട്ടാളം കൂടെയാണ് രാത്രിയിൽ നിരായുധനായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് കയറി ചെല്ലുന്നത്. നിങ്ങൾ ഓർക്കുക, 200ഓളം പട്ടാളത്തിന്റെയും അതേ ചേവകരുടെയും അതേ മതമേതധ്യക്ഷന്മാരുടെയും മുമ്പിൽ നസ്രായനായ യേശു പുറം വഴി ഓടിയവരല്ല. അവൻ ഇറങ്ങിച്ചെന്ന് ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുന്നു? അവർ പറഞ്ഞു, നസ്രായനായ യേശുക്രിസ്തുവിനെ. യേശു പറഞ്ഞു, അത് ഞാൻ തന്നെ.
അത് ഞാൻ തന്നെ. ഇന്ന് രാത്രി കൈ ഉയർത്തി അഭിമാനത്തോടെ സ്തോത്രം പറയാം. അടി വരുമ്പോൾ ഓടുന്നവനല്ല ക്രിസ്തു. അതെ, 200 പട്ടാളത്തിന്റെ സായുധ സംഘത്തിന്റെ മുമ്പിൽ നിരായുധനായി നിന്ന് ചോദിക്കുന്നു, നിങ്ങൾ ആരെ തുരയുന്നു? നസ്രയനായ യേശു. അവൻ പറഞ്ഞു, അത് ഞാൻ തന്നെ. അയ്യാം. യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ പ്രസ്താവനയാണ് ഐ ആം സെയിങ്സ്. യോഹന്നാന്റെ സുവിശേഷത്തിലാണ് യേശുക്രിസ്തുവിൻ്റെ ഐ ആം സെയിങ്സ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഞാൻ വാതിലാകുന്നു. യേശുക്രിസ്തുവിൻ്റെ ഐ ആം സെയിങ്സ് മുഴുവൻ രേഖപ്പെടുത്തിയിരിക്കുന്ന യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. യേശുക്രിസ്തു ഗെത്സമനയിൽ നിങ്ങൾ ആരെ തുരയുന്നുവെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നസ്രയനായ യേശുവിനെ. അവൻ പറഞ്ഞു, അയ്യാം, ഞാൻ തന്നെയാണ്. ഇന്ന് രാത്രി നിങ്ങളൊരു കാര്യം ഓർക്കണം. ഞാൻ തന്നെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു അത്ഭുതകരമായ സംഭവം നടന്നു. 200ഓളം പട്ടാളവും ചേവകരും യൂദ അടക്കം ആ വാക്കിന് മുമ്പിൽ, യേശുക്രിസ്തുവിന്റെ മുമ്പിൽ വീണു. ഇന്ന് രാത്രി യേശുവിന്റെ ശക്തി മനസ്സിലായവർ ദൈവത്തിന് സ്തോത്രം പറയുന്നു. അവൻ്റെ ശബ്ദത്തിന് മുമ്പിൽ ഉണ്ടായതാണ് ഈ പ്രപഞ്ചം മുഴുവൻ. ഉണ്ടാകട്ടെ. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവൻ ഒറ്റ വാക്ക് കൊണ്ട് ഉളവാക്കിയതാണ് ഈ പ്രപഞ്ചം. അങ്ങനെങ്കിൽ അവൻ ഞാൻ തന്നെ എന്ന് പറഞ്ഞപ്പോൾ 200ഓളം പട്ടാളക്കാർ അവൻ്റെ മുമ്പിൽ വീഴുകയാണ്. ഇന്ന് രാത്രി ആ യേശു ഈ പന്തലിലുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേർ ഇവിടെ വന്നിട്ടുണ്ട്? ഇന്ന് രാത്രി നിനക്കെതിരെ നിൽക്കുന്ന സകല ശക്തികളോടും യേശു പറഞ്ഞു, ആയാം ആയാം ആയാം, ഞാനാണ്. ഇന്ന് രാത്രി നിനക്കും എനിക്കും വേണ്ടി നിൽക്കാൻ ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ തന്നെ എന്ന് പറയുന്നവൻ്റെ ശബ്ദം, അവൻ്റെ ശബ്ദത്തിന് മുമ്പിൽ ഇന്ന് രാത്രി കെട്ടുകൾ അഴിയും. അവൻ്റെ ശബ്ദത്തിന് മുമ്പിൽ ഇന്ന് രാത്രി സകല പോരാട്ടങ്ങൾ തകരും. അവൻ്റെ ശബ്ദത്തിന് മുമ്പിൽ ഇന്ന് രാത്രി നിനക്കെതിരെ പിശാച് ഉയർത്തിക്കെട്ടിയ ചില മതിലുകൾ ഇടിയും. വിശ്വസിക്കുന്നവർ ആത്മാവിൽ സ്തോത്രം ചെയ്തു. ഞാൻ ഇന്ന് രാത്രി വിളിച്ചു പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഈ രാത്രി യേശുവിൻ്റെ ശബ്ദം നിനക്ക് വേണ്ടി മുഴങ്ങട്ടെ. യേശുവിൻ്റെ കൈ ഇന്ന് രാത്രി നിന്നെ തൊടട്ടെ. യേശുവിൻ്റെ കൈ ഇന്ന് രാത്രി തകർന്ന നിന്റെ കുടുംബത്തിലേക്ക് യേശുവിൻ്റെ കൈ വരട്ടെ. അല്ലെ, മദ്യപാനം കൊണ്ട് തകർന്ന നിന്റെ ജീവിതത്തിലേക്ക് യേശു ഇന്ന് വരട്ടെ. ആത്മഹത്യ കൊതിച്ചിരിക്കുന്ന നിന്റെ ജീവിതത്തിലേക്ക് യേശു ഇന്ന് വരട്ടെ. അവൻ ഇന്ന് രാത്രി നിന്റെ അടുക്കൽ വന്നാൽ നിന്റെ ജീവിതം ചേഞ്ച് ആകും. അതെ, ലഹരിക്ക് അടിമപ്പെട്ട നിന്റെ തലമുറയെ രക്ഷിക്കാൻ യേശുവിന് കഴിയും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അവന്റെ ശബ്ദം ഇന്ന് രാത്രി എന്റെ ഭവനത്തിൽ മുഴങ്ങണമേ എന്ന് പറയാൻ ഈ ദേശത്ത് എത്ര പേരുണ്ട്? യേശുവിന്റെ ശബ്ദം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവത്തിന് മക്കളുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളോട് ഞാൻ പറയാം, ഇത് വെറും ഭംഗിവാക്ക് പറയല്ല. അനുഭവിച്ച 100 കണക്കിന് ആളുകൾ ഇന്ന് രാത്രി കേൾക്കണം. ഇത് അനുഭവിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി സ്തോത്രം പറയണം. നീ രോഗിയായിട്ട് വന്നിട്ട് ഇന്ന് രോഗവും കൊണ്ട് പോകരുത്. നീ രക്ഷിക്കപ്പെടാതെ വന്നിട്ട് ഇന്ന് രക്ഷിക്കപ്പെടാതെ പോകരുത്. യേശുക്രിസ്തുവിനെ സ്വീകരിക്കാതെയാണ് നീ ഇവിടെ വന്നതെങ്കിൽ ഇന്ന് രാത്രി ഈ യേശുവിനെ എനിക്ക് വേണമെന്ന് പറയണം. എന്ത്? അവൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് സ്തുതി കൊടുത്തോ. ഈ ദേശത്തൊന്ന് ദൈവം ആളുകളെ വിടുവിക്കട്ടെ. ഈ പന്തലിൽ വന്ന ചിലരെ ഇന്ന് രാത്രി ദൈവം വിടുവിക്കട്ടെ. നിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ അവനെ കഴിയൂ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. ആ കൈകൾ ഉയർത്തിയെന്ന് സ്തോത്രം പറഞ്ഞ ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. സംഭവിച്ചത് എന്താണെന്നറിയാമോ? അവൻ പറഞ്ഞപ്പോൾ ചേവകന്മാരും പട്ടാളവും വീണു. ഞാൻ തന്നെ, യേശു ഞാൻ തന്നെ എന്ന് പറഞ്ഞു. പിന്നെ എന്നാ സംഭവിച്ചേ? യേശു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുക. സ്തോത്രം. ഒരു കാര്യം ഇനിയും ശ്രദ്ധിച്ചോണേ. ചില ആളുകൾ വിചാരിക്കുന്നത് ഉണ്ണീശോ ഇപ്പോഴും മറിയാവിൻ്റെ മടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ചിലരുടെ യേശു കുരിശേ നിസ്സഹായനായി കിടക്കുകയാണ്. ഇനി അടുത്ത വെള്ളിയാഴ്ച നമുക്ക് കാണാം. എന്നാൽ എൻ്റെ യേശു ഉണ്ണീശോയുമല്ല, അവൻ കുരിശേ നിസ്സഹായനായിട്ടും കിടക്കുകയല്ല. അവൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുക. സ്തോത്രം. അവൻ നിസ്സഹായനല്ല. ഇവനെ പിടിക്കാൻ ചെന്നവർ താഴെ വീണ് കിടക്കുകയാണെന്ന്. പിന്നെങ്ങനെ ഇവനെ പിടിച്ചേ? ഇവൻ തന്നെത്താൻ ഏൽപ്പിച്ചതാണ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ വിചാരിക്കുന്നത് യേശുക്രിസ്തുവിനെ നിസ്സഹായ അവസ്ഥയിൽ
പിടിച്ചോണ്ട് പോയതാന്നാ. യേശുക്രിസ്തുവിനെ പിടിക്കാൻ ഒരാൾക്കും പറ്റത്തില്ല. യേശുക്രിസ്തുവിനെ അങ്ങനെ പിടിച്ചു കെട്ടാൻ ആർക്കും പറ്റത്തില്ല. അവൻ ദൈവമാണ്. പിന്നെ അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ക്രിസ്തുവാണ്. ഇന്ന് രാത്രി നമ്മൾ ദൈവത്തിന് സ്തുതി കൊടുക്കേണ്ടത് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ച ക്രിസ്തു. അവനെ ആരും പിടിച്ചതല്ല, അവനെ ആർക്കും പിടിക്കാനൊക്കെ അറിയാം. അതുകൊണ്ടാണ് പടയാളികൾ നിന്നെ തന്നെ രക്ഷിക്കുക, ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. അവരോർത്ത് യേശുക്രിസ്തുവിന് തന്നെത്താൻ രക്ഷിക്കാൻ പറ്റത്തില്ലെന്ന്. അവൻ തന്നെത്താൻ രക്ഷിച്ചിരുന്നെങ്കിൽ നമുക്ക് രക്ഷപ്പെടാനൊക്കത്തില്ല. മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു തൻ്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുത്തത്. ഹല്ലേലൂയ. സുഹൃത്തേ, നിങ്ങളുടെയും എൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി രക്ഷകനായ ക്രിസ്തു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു, മരിച്ചു, അടക്കപ്പെട്ടു. മൂന്നാം നാൾ റോമാ ഗവൺമെൻറ്റിൻ്റെ ഇമ്പീരിയൽ മുദ്ര തകർത്തുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റു. ഇന്ന് രാത്രി നമ്മൾ ഉയർത്തുന്നത് ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവിനെയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, യേശു ഇപ്പോൾ ക്രൂശിൽ കിടക്കുകയല്ല. ഈ ദുഃഖവെള്ളിക്കും യേശു ക്രിസ്തുവിൻ്റെ അതേ ക്രൂശ് മരണം അനുസ്മരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതൊരു തെറ്റുമില്ല. യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് നിങ്ങൾ ഓർത്തു. പക്ഷേ യേശു നിസ്സഹായനായി കിടക്കുകയല്ല. യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. ദുഃഖവെള്ളി നമുക്കിന്ന് ദുഃഖത്തിൻ്റെ വെള്ളിയല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെയാണ് നമ്മൾ ഇന്ന് രാത്രി ഇവിടെ ഉയർത്തുന്നത്. നിങ്ങൾ ഓർത്തേ, അവൻ്റെ വാക്കിന് മുമ്പിൽ പടയാളികൾ വീണു പോയെങ്കിൽ അത്രയും ശക്തിയുള്ള നമ്മുടെ നസ്രായൻ ഇന്നിവിടെ വന്നിട്ടുണ്ട്. ഞാനൊരു കാര്യം കൂടെ പറയാം. മരിച്ചടക്കപ്പെട്ട് കിടക്കുന്ന നസ്രായൻ്റെ കല്ലറ ഇന്ന് തുറന്നു കിടക്കുകയാണ്. ആ കല്ലറയിൽ നിന്ന് കർത്താവ് ഉയർത്തു. അവൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു. ഇനിയും താമസം വിനാ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരാൻ പോവുകയാണ്. സുവിശേഷകരായി ഞങ്ങൾക്ക് ലോകത്തോട് പറയാനുള്ള ഏറ്റവും വലിയ സന്ദേശം നമ്മുടെ യേശു മടങ്ങി വരുന്നു എന്നുള്ളതാണ്. യേശു മടങ്ങി വരുന്നു എന്നുള്ളതാണ്. ഈ രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അവൻ കാൽവരി കുരിശിൽ തൻ്റെ ജീവനെ ഏൽപ്പിച്ചു മരിച്ചത് എന്തിനു വേണ്ടിയാ? അവന് ശേഷിയില്ലാഞ്ഞിട്ടല്ല, എന്നെയും നിങ്ങളെയും രക്ഷിക്കാൻ വേണ്ടി രക്ഷകൻ കാൽവറിയിൽ ജീവൻ കൊടുക്കുകയാണ് ചെയ്തത്. ആ യേശു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ക്രിസ്തു. അവനെ ആരും പിടിച്ചു കെട്ടിയതല്ല, അവനെ ആരും പിടിച്ചു കെട്ടിക്കൊണ്ട് പോയതല്ല, എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ ഈ വചനം പ്രസംഗിക്കുമ്പോഴെല്ലാം പറയുന്ന ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കാം. എന്നോടൊരാൾ പ്രസംഗം കഴിഞ്ഞ് ചോദിച്ചു, എൻ്റെ പ്രിയപ്പെട്ട ഉപദേശി, നിങ്ങൾ ഈ യേശു ക്രിസ്തു മനുഷ്യർക്ക് ജീവൻ കൊടുത്തു എന്ന് പറയുമ്പോൾ യേശു മാത്രമേ ജീവൻ കൊടുത്തിട്ടുള്ളോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, വേറെ ആരാണ് മനുഷ്യർക്ക് വേണ്ടി ജീവൻ കൊടുത്തത്? അപ്പോൾ പറഞ്ഞു, എത്രയോ ലോക നേതാക്കന്മാർ മനുഷ്യർക്ക് വേണ്ടി ജീവൻ കൊടുത്തു. നമ്മുടെ മഹാത്മാഗാന്ധി ജീവൻ കൊടുത്തില്ലേ? ഇന്ദിരാഗാന്ധി ജീവൻ കൊടുത്തില്ലേ? അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരിക്ക്, ഒത്തിരി നേതാക്കന്മാരങ്ങനെ ജീവൻ കൊടുത്തിട്ടില്ലേ? നിങ്ങളുടെ യേശു മാത്രമാണോ ജീവൻ കൊടുത്തത്? അപ്പോൾ ആ സഹോദരനോട് ഞാൻ പറഞ്ഞു, ബഹളമൊന്നും ഉണ്ടാക്കരുത്. സത്യത്തിൽ ഈ നേതാക്കന്മാർ ജീവൻ കൊടുത്തതാണോ അല്ല വല്ലവനും എടുത്തതാണോ എന്ന് ചോദിച്ചു. അന്നേരം ആ പുള്ളിക്ക് കണ്ണ് തെളിഞ്ഞ്. ജീവൻ പോയ സകല നേതാക്കളെയും ഞങ്ങൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. പക്ഷെ അവരാരും മനസ്സോടെ ജീവൻ കൊടുത്തതല്ല, വല്ലവരും എടുത്തതാ. യേശുവും ലോക നേതാക്കളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ലോക നേതാക്കളുടെ എല്ലാം മരണം, നമ്മൾ അവരുടെ മരണത്തെ അംഗീകരിക്കുന്നു, ആദരിക്കുന്നു. പക്ഷെ അവരാരും മനസ്സോടെ ജീവൻ കൊടുത്തതല്ല. പക്ഷെ എൻ്റെ യേശുവിൻ്റെ ജീവൻ ആരും എടുത്തതല്ല, അവൻ ജീവൻ കൊടുത്തതാണ്. നമ്മളെല്ലാം ജീവിക്കാൻ വേണ്ടി ഇവിടെ ജനിച്ചെങ്കിൽ
മരിക്കാൻ വേണ്ടി ഇവിടെ ജനിച്ച ഒരേ ഒരാൾ എൻ്റെ നസ്രായനാണ്. ഒന്ന് കൈ ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന് സ്തോത്രം പറയാം. അതുകൊണ്ട് തെറ്റിപ്പോകരുത് സുഹൃത്തേ. യേശുവിൻ്റെ ജീവൻ ആരും എടുത്തതല്ല, യേശുവിൻ്റെ ജീവൻ കൊടുത്തതാണ്. ലോക നേതാക്കന്മാരുടെ എല്ലാം ജീവൻ ആരൊക്കെയോ എടുത്തതാണ്. പക്ഷെ അണികളെല്ലാം കൊടുത്തതാണെന്ന് പറഞ്ഞ് നടക്കുന്നതേ ഉള്ളൂ. കൊടുത്തതല്ല, എടുത്തതാ. പക്ഷേ ഞങ്ങളുടെ ജനനായകൻ നസറേയനായ യേശുക്രിസ്തു മാനവന്റെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി ജീവൻ കൊടുത്തവനാണ്. ഇന്ന് രാത്രി ഞാൻ പറയാറുണ്ട്, കണ്ണൂർ പ്രസംഗത്തിന് പോയപ്പോൾ കണ്ണൂർ പയ്യാമ്പലം കടപ്പുറത്ത് ഞാനെന്ന് സന്ദർശിക്കാൻ പോയി വർഷങ്ങൾക്ക് മുമ്പ്. അവിടെ ചെന്നപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാർ, സഖാവി കെ നായനാരടക്കമുള്ള നാട്ടുകാരുടെ കുടീരങ്ങൾ നടന്ന് കണ്ടു. ഞാൻ പയ്യാമ്പലത്ത് നടന്ന് കണ്ടപ്പോൾ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തിന് കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞു. അതിൻ്റെ കാരണം എന്തെന്നറിയാമോ? ഈ രാഷ്ട്രീയ കേരളത്തെ തീതുപ്പുന്ന വാക്കുകൾ കൊണ്ട് ഉഴുതുമറിച്ച സമുന്നതരായ നേതാക്കളൊക്കെ അങ്ങ് കണ്ണൂർ പയ്യാമ്പലം കടപ്പുറത്ത് അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ ഇന്നേക്ക് 2 സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് ഈ ഭൂമുഖത്തേക്ക് വന്ന് ജനകോടികളുടെ ആരാധ്യനായി മാറി എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി ജീവനർപ്പിച്ച എൻ്റെ ജനനായകൻ മരിച്ചു, അടക്കപ്പെട്ടു. അവൻ 3-ാം നാൾ ഉയിർത്തെഴുന്നേറ്റു. ഇന്ന് രാത്രി കൈകൾ വീശി ദൈവത്തിന് സ്തോത്രമോ ഒന്ന് എഴുന്നേറ്റു നിന്ന് കർത്താവിനൊന്ന് മഹത്വം കൊടുക്കാനായിട്ട്, ഒരല്പസമയം ദൈവത്തിനൊന്ന് സ്തുതി കൊടുക്കാനായിട്ട് ആ ശബ്ദമൊന്ന് ഉയരട്ടെ. ഇന്ന് രാത്രി ജനനേതാക്കന്മാർ അവരുടെ ശവകുടീരങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ നമ്മളിവിടെ ഉയർത്തുന്നത് എൻ്റെ പാപത്തിന്, നിങ്ങളുടെ പാപത്തിന് സുഹൃത്തേ, ആ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ആരും അവൻ്റെ ജീവൻ എടുത്തതല്ല. മനസ്സോടെ കാൽവറി കുരിശിൽ ജീവൻ കൊടുത്ത യേശു, അവൻ്റെ സ്നേഹം എത്ര വലുതാണ്, അവൻ്റെ കരുതൽ എത്ര വലുതാണ്. ഈ രാത്രി അത് തിരിച്ചറിയുന്നവർ ഈ പന്തലിലും പരിസരങ്ങളിലും ഉണ്ടെങ്കിൽ ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തി അടച്ച് ഈ രാത്രി ഞാൻ ചോദിക്കുന്നു, യേശുവിനെ സ്വീകരിക്കാൻ, ഈ യേശു എൻ്റെ രക്ഷകനാണെന്ന് പറയാൻ എനിക്ക് യേശുവിനെ വേണം. എൻ്റെ പ്രശ്നങ്ങൾക്ക്, എൻ്റെ പ്രതികൂല സാഹചര്യങ്ങൾ, എൻ്റെ പാപത്തിൻ്റെ പരിഹാരകനായി ഈ യേശുവിനെ എനിക്ക് വേണം, അവൻ എൻ്റെ രക്ഷകനെന്ന് പറയാൻ ആരെങ്കിലും ഇവിടെ ഇതുവരെ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകൾ ഉയർത്തിയാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഒരാളെങ്കിലും ഈ പന്തലിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൈ ഉയർത്താം. പ്രൈസ് ദി ലോർഡ്. ഈ യേശുവിനെ സ്വീകരിക്കാത്തവർ, പ്രൈസ് ദി ലോർഡ്, ഇവിടെ ആരെയും ഞാൻ കാണുന്നില്ല. സ്തോത്രം. ഇന്ന് രാത്രി നിങ്ങളുടെ മനസാക്ഷിയെ വഞ്ചിച്ചു കൊണ്ടുവിടുന്ന് പോകരുത്. ഈ യേശുവാണ് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചവൻ. ഈ യേശുവിലൂടെ അല്ലാതെ ഒരു രക്ഷയില്ല. അവനാണ് നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവൻ. സ്തോത്രം. ആ യേശുവിനെ എനിക്ക് വേണമെന്ന് ഇവിടെ കാണാമറിയത്ത് എവിടെയെങ്കിലും ഇരുന്ന് വചനം കേട്ടിട്ടുള്ള പ്രിയ സുഹൃത്തെ, നിങ്ങളുടെ ജീവിതം തകർന്നു പോയി, കുടുംബം തകർന്നു പോയി, മദ്യപാനാസക്തി കൊണ്ട് തകർന്നു, ലഹരി കൊണ്ട് തകർന്നു, ഇനിയും പുനരുദ്ധരിക്കപ്പെടാൻ സാധ്യതയില്ലാത്തതുപോലെ ജീവിതം തകർന്നു പോയി. എന്നെ സ്നേഹിക്കുന്നവനാണോ യേശു എന്ന് ചോദിച്ചാൽ ഇന്ന് രാത്രി ഞങ്ങൾ ഒന്നിച്ച് പറയും, യേശു തന്നെ സ്നേഹിക്കുന്നു. യേശു വിടുതൽ തരാൻ മതിയായവനാണ്. ആ യേശുവിൻ്റെ കരം ഒന്ന് തൊടാൻ ഇന്ന് രാത്രി നിനക്ക് കഴിയുന്നെങ്കിൽ അവൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഈ രാത്രിയിൽ ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടച്ചിട്ട് രോഗമനുഭവിക്കുന്നവർ, പിശാചിനാൽ കെട്ടപ്പെട്ടവർ, ഇന്ന് രാത്രി തന്നെ വിടുതൽ കിട്ടേണ്ടതായ ഒരു വിഷയവുമായി നീ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ആ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചാട്ടെ. അത്ഭുതങ്ങളുടെ ദൈവം ഇന്ന് നമുക്ക് വേണ്ടി വലിയവ ചെയ്യും. സ്തോത്രം പറഞ്ഞുകൊണ്ട് നിൽക്കാം, സ്തോത്രം പറഞ്ഞുകൊണ്ട് നിൽക്കാം. ഈ പന്തലിൽ വന്നിട്ടുള്ള നിങ്ങളുടെ പ്രശ്നങ്ങൾ മേൽ ദൈവം ഇന്ന് രാത്രിയിൽ
ഇടപെടുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കൈ ഉയർത്തിപ്പിടിച്ചാട്ടെ. ഒരു സമർപ്പണത്തിൻ്റെ അടയാളമായി കൈ ഉയർത്തിപ്പിടിക്കാം. സ്വർഗസ്വനായ നല്ല പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അധികാരമുള്ളവന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ശക്തി ആ കൈ ഉയർത്തി നിൽക്കുന്നവരുടെ മേൽ വ്യാപരിക്കണമേ. ഉച്ച മുതൽ ഉള്ളൻകാൽ വരെ വ്യാപരിക്കുന്ന ദൈവശക്തി ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ അവരുടെ ശരീരാത്മദേഹികളിൽ വ്യാപരിക്കണമേ. പിശാച് കെട്ടിയ ഏതെങ്കിലും കെട്ടുകളുമായി ഇന്ന് രാത്രിയിൽ അവിടുത്തെ സന്നിധിയിൽ നിൽക്കുന്നെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിക്കുമ്പോൾ ആ കെട്ടുകൾ അഴിയുവാൻ ഞങ്ങൾ ആത്മാവിൽ കൽപ്പിക്കുന്ന കർത്താവേ, ബാധയൊഴിഞ്ഞ് സ്വസ്ഥമായി എന്ന വചനത്തിൽ വായിക്കുന്നത് പോലെ ഇന്ന് രാത്രി വിടുതലിന്റെ രാത്രിയാക്കി ദൈവം മാറ്റണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ചുറ്റുപാടുകളിൽ ഞങ്ങൾ കാണാതെ ഇരിക്കുന്ന ആളുകൾ, സങ്കടത്തോടെ ജീവിതം തകർന്ന മനുഷ്യർ ഇന്ന് രാത്രി നിങ്ങളിലേക്ക് നോക്കി നിൽക്കുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഒരത്ഭുതം നിന്റെ ജനത്തിന് വേണ്ടി ചെയ്യണമേ. ആരെങ്കിലും അവരുടെ ഹൃദയത്തിൽ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ അറിയാതെ യേശുവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരുടെ കൈ നീ പിടിക്കണമേ. നീ അവർക്കായി അത്ഭുതം ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒന്ന് കരമടിച്ച് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. കർത്താവ് വചനങ്ങളാൽ